ഇന്ന് നടക്കുന്ന ഇസ്രയേൽ യുദ്ധം, ഞാൻ അങ്ങോട്ട് വരുമ്പോഴത്തോടും നടക്കുന്ന ഇസ്രയേൽ യുദ്ധം അതിൻ്റെ ഫൈനൽ ലെവലിലെത്തിയോ, മൂന്നാം ലോക മഹായുദ്ധമായി ടേൺ ചെയ്യാറായോ? അതറിയണമെങ്കിൽ ഒന്ന് രണ്ട് ഘടകങ്ങൾ അതിൻ്റെ പുറകിൽ നടക്കണം. അത് നടക്കുന്നോ എന്ന് വെള്ളിയാഴ്ച വരെ നോക്കാം. അതായിരുന്നു ചിന്ത. അത് നടന്നില്ല. അതുകൊണ്ട് ഇത് ഫൈനൽ യുദ്ധം ആയിരിക്കും എന്നെനിക്ക് തീർത്ത് പറയാൻ അറിയാൻ വയ്യ. അതിൻ്റെ സാധ്യതകൾ അങ്ങേയറ്റം ഉണ്ടെങ്കിലും ഫൈനൽ യുദ്ധമാണ് എന്ന് പറയാൻ ഒക്കത്തില്ല. ഞാൻ അവിടെ വരുമ്പോൾ ആ രംഗം തൊട്ടോളാം. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിച്ചു വന്നു, ഇസ്രയേലിലെ ദൈവത്തിൻ്റെ ക്ലോക്ക. ഇസ്രയേൽ എന്നത് ദൈവത്തിൻ്റെ ക്ലോക്ക. അതുപോലെ തന്നെ ദൈവം ഇസ്രയേലിനെ ഉപയോഗിച്ചുകൊണ്ട് മനുഷ്യവർഗത്തെ ട്രിഗർ ചെയ്യുന്ന പല രംഗങ്ങളും ഉണ്ട്. ട്രിഗറിങ് പോർഷൻസ് ഉണ്ട്. ദൈവം ഒരിക്കൽ ഒരു ട്രിഗർ വലിച്ചാൽ, ട്രിഗർ വലിക്കുക എന്ന് പറഞ്ഞാൽ കാഞ്ചി വലിക്കുക എന്ന് മലയാളത്തിൽ പറയും. തോക്കിൻ്റെ വെടിവെക്കാൻ വേണ്ടി കാഞ്ചി വലിക്കുന്നതിനെ. ഓട്ടമത്സരത്തിൽ പലരും ഓടുവാൻ വേണ്ടി അവരവരുടെ ട്രാക്കുകളിൽ നിൽക്കുമ്പോൾ ഒരു കാഞ്ചി വലിക്കും, ഒരു ട്രിഗർ വലിക്കും. അന്നേരത്തൊരു വെടി പൊട്ടും. ആ ശബ്ദത്തെ തുടർന്നാണ് ആളുകൾ ഓടുന്നത്. ഇതുപോലെ പലതിൻ്റെയും ചിഹ്നങ്ങൾ ദൈവം കാട്ടേണ്ടതിന് വേണ്ടി, പലതിൻ്റെയും ചിഹ്നങ്ങൾ ദൈവം കാണിച്ചു തരേണ്ടതിന് വേണ്ടി ദൈവിക ട്രിഗറിങ്ങുകൾ ഉണ്ടാകും. അങ്ങനെയുള്ള ദൈവിക ട്രിഗറിങ്ങുകളിൽ ഒന്നാമത് അത് പ്രതിഫലിക്കുന്നത് ഇസ്രയേൽ മണ്ഡലത്തിലാണ്. കാര്യം ലോകം അത് കാണേണ്ടതിന് ദൈവത്തിൻ്റെ പ്രോഫറ്റിക്കൽ ക്ലോക്ക്, ദൈവത്തിൻ്റെ ക്ലോക്കായി ഇസ്രയേലിനെ ദൈവം ഉപയോഗിക്കും. ചില സമയത്ത് ഞാനിവിടെ നിന്ന് സംസാരിക്കുമ്പോൾ 2 മിനിറ്റ് 3 മിനിറ്റ് 5 മിനിറ്റ് കൂടിപ്പോയെങ്കിൽ വേണ്ടപ്പെട്ടവർ വാച്ച് എന്നെ ഇങ്ങനെ കാണിക്കും. അവരുടെ വാച്ച് ഞാൻ കാണാനല്ല, എനിക്ക് ഇവിടെ ഇരുന്നുകൊണ്ട് നടുക്കിരിക്കുന്നവരുടെ വാച്ച് കാണത്തുമില്ല. സമയമായിടവൂ എന്ന് പറയാൻ വേണ്ടിയാണ് വാച്ച് കാണിക്കുന്നത്. ഇതുപോലെ സ്വർഗത്തിലെ ദൈവവും വല്ലപ്പോഴും നമ്മളെ വാച്ച് ഒന്ന് കാണിക്കും. അതാണ് ഇസ്രയേൽ. ഇങ്ങോട്ട് നോക്കിയോ, നേരമായി എന്ന് പറയാനാണ്. അതുപോലെ തന്നെ ദൈവസഭ ദൈവത്തിൻ്റെ പ്രോഫറ്റിക്കൽ വാച്ചാണ്. ഇന്നത് സഭയിൽ സംഭവിക്കുമ്പോൾ സമയം ഇന്നതായി. വിശ്വാസത്യാഗം ഒരളവിലൂടെ നടക്കുമ്പോൾ, ഇന്ന പ്രശ്നം സഭയിൽ നടക്കുമ്പോൾ, ഉണർവ് സഭയിൽ നടക്കുമ്പോൾ ദൈവത്തിൻ്റെ ഇന്ന സമയമായി എന്നറിയിക്കേണ്ടതിനാണ്. യുദ്ധങ്ങൾ, ക്ഷാമങ്ങൾ, ഭൂകമ്പങ്ങൾ മുതലായത് ലോകത്തിൽ നടക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ സമയമായി എന്ന് നമ്മെ അറിയിക്കാനാണ്, പൊതുലോകത്തെ അറിയിക്കാനാണ്. ദൈവത്തിന് ഇങ്ങനെ ട്രിഗറിങ്ങുകളുണ്ട്. ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ ട്രിഗറിങ്ങുകളെയും പ്രധാനമായും ഇസ്രയേലിനോടും സഭയോടും ബന്ധപ്പെട്ട് ആ ക്ലോക്കിനെയും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതുവഴി തന്നെ തുടരുവാൻ താല്പര്യപ്പെടുന്നു. ദൈവം ട്രിഗർ ചെയ്യുന്ന ദിവസങ്ങൾക്കായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇസ്രയേലിൻ്റെ നഷ്ടം അല്ലെങ്കിൽ ഇസ്രയേൽ നശിച്ചു പോകുന്നത് ദൈവിക ട്രിഗറിങ്ങുകളിലെ പ്രധാന ഭാഗങ്ങളിൽ ഒന്നാണ്. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ദൈവത്തിൻ്റെ പ്രധാന ട്രിഗറിങ്ങുകളിൽ ഒന്നായിരുന്നു. പക്ഷെ അത് നമുക്ക് വേണ്ടിയല്ല, ദൂത സമൂഹങ്ങൾക്ക് വേണ്ടിയായിരുന്നു. പ്രാരംഭത്തിങ്കിൽ ദൈവം സൃഷ്ടിച്ച ദൈവത്തിൻ്റെ ദൂതൻ. ഞാനിവിടെ ഒരു കാര്യം ഒന്ന് എടുത്തു പറയണമെന്ന് താല്പര്യപ്പെടുന്നു. യുക്തിവാദികളും അഥവാ നിരീശ്വരവാദികളും, യുക്തിവാദികൾ എന്നവരെ വിളിക്കുന്നത് തെറ്റാണ്. ഒരു യുക്തിയും ഇല്ലാത്ത ആശയങ്ങളാണ് ഈ നിരീശ്വരവാദികൾ പറയുന്നത്. യാതൊരു യുക്തിയുമില്ലാത്ത, യുക്തിക്ക് നിരക്കാത്ത ആശയങ്ങളാണ് അവർ പറയുന്നത്. ഉള്ളിത്തിങ് അവർക്ക് അത്രയും മനസ്സിലാകത്തുള്ളൂ. അതിലധികം പഠിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് തന്നെ മണ്ടത്തരം. കുരങ്ങിന് മുരിങ്ങക്കായുടെ രുചി മനസ്സിലാക്കി കൊടുക്കുന്നത് എളുപ്പമല്ല. അതൊന്നും നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് നിരീശ്വരവാദികൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്ന പല വാദഗതികളും ചേർത്ത് കഴിഞ്ഞ ദിവസം ഒരു ലിങ്ക് എനിക്കൊരാൾ അയച്ചു തന്നു. ഞാൻ സശ്രദ്ധം 1 മണിക്കൂറോളം അത് ശ്രദ്ധിച്ചു. അവർക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും ഉൽപ്പത്തി പുസ്തകത്തിൽ ഉൽപ്പത്തിയെ കുറിക്കുന്ന കാര്യങ്ങൾ വിശദീകരിച്ചിട്ടില്ല എന്നത് ക്രൈസ്തവ മണ്ഡലത്തിന് തിരിച്ച് അവർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ ഒക്കാത്ത ഒരു തകരാറാണ്. ഉൽപ്പത്തിയിൽ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. ബേഥേൽ ചർച്ച് ധാരാളം പ്രാവശ്യം തിരിച്ചും മറിച്ചും ചിന്തിച്ചിട്ടുണ്ട്. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. മറ്റാരേക്കാളും താഴോട്ട് പോകാതെ തിരുവചനത്തിൻ്റെ ഗൗരവമുള്ള ഭാഗങ്ങൾ പറയുവാൻ കൃപയാൽ കർത്താവ് പദവി തന്നു. അതിന് പണ്ടത്തെ ഒരു ലാപ്ടോപ്പ് പ്രയോജനപ്പെട്ടു. ഞാൻ ഒരു കാര്യം കൂടെ ഇതിനിടയ്ക്കൊന്ന് പറഞ്ഞോട്ടെ, എൻ്റെ പ്രിയപ്പെട്ടവർ ഓർത്തിരിക്കാനായിട്ടാണ്. നമ്മുടെ സുനിൽ പാസ്റ്ററും അദ്ദേഹത്തിൻ്റെ കൂടെ കുറച്ച് പേരും കൂടെ ചേർന്ന് നാസ വിസിറ്റ് ചെയ്യാൻ ഒരിക്കൽ പോയി. ഞാൻ ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു, അടുത്ത തലമുറയാണ്. നാസ വിസിറ്റ് ചെയ്യാൻ ഒരിക്കൽ പോയി. നാസയിൽ ആദ്യത്തെ പേടകം ചന്ദ്രനിലേക്ക് അയക്കുന്നതും ആദ്യത്തെ മനുഷ്യനിലെ ചന്ദ്രനിൽ അയച്ച് ചന്ദ്രനിൽ ഇറക്കി ജീവനോടെ തിരിച്ചു കൊണ്ടുവരുന്നതുമായ ആ കമ്പ്യൂട്ടർ ഒക്കെ അവർ കാണിച്ചു കൊടുത്തേച്ച് പറഞ്ഞു, ഈ കമ്പ്യൂട്ടറിന് ഇത്ര മെമ്മറിയുണ്ട്. ഇറ്റ്സ് ഒരു മുറി നിറച്ചുള്ള ഒരു വലിയ മെയിൻ ഫ്രെയിം കമ്പ്യൂട്ടറാണ്. ഇതിനകത്ത് ഇത്ര മെമ്മറിയുണ്ട്, ഇന്ന സ്പീഡുണ്ട് എന്നിത്യാദികളൊക്കെ പറഞ്ഞു.
ഇതെല്ലാം കൂടെ വിശദീകരിക്കുമ്പോൾ അവിടെ നിന്ന് ഒരു കൊച്ചൻ്റെ നെറ്റി വല്ലാതെ ചുളിയുന്നു. അവൻ ചോദിച്ചു, ഇത്രേ ഉള്ളോ എന്ന് ചോദിച്ചു. അത്രേ ഉള്ളെന്ന് പറഞ്ഞു. അതും അവൻ പറഞ്ഞു, എൻ്റെ കയ്യിലിരിക്കുന്ന മൊബൈൽ ഫോണിന്, ആ കൊച്ചൻ്റെ കയ്യിലിരുന്ന മൊബൈൽ ഫോണിന് ഇതിനേക്കാൾ കൂടുതൽ മെമ്മറി ഉണ്ട്, ഇതിനേക്കാൾ കൂടുതൽ സ്പീഡുണ്ട്, ഇതെല്ലാം എൻ്റെ കയ്യിലുണ്ടല്ലോ എന്ന് പറഞ്ഞു. ശാസ്ത്രജ്ഞൻ ഉടനെ പറഞ്ഞത്, ആ വാചകം നിങ്ങൾ പറയാനാണ് ഞാൻ കാത്തിരുന്നേ, നിൻ്റെ എല്ലാം അതുണ്ടായിട്ട് നീ അതുകൊണ്ട് എന്നാ ചെയ്തു? ഞങ്ങളുടെ കയ്യിൽ ഈ ചെറുതേ ഉള്ളൂ. ആ ചെറുതുകൊണ്ട് ഞങ്ങളൊരു മനുഷ്യനെ ജീവനോടെ ചന്ദ്രനിൽ അയച്ച് അവിടുത്തെ കാര്യങ്ങൾ കണ്ട് അതുവഴി നടത്തിയച്ച് തിരിച്ചു കൊണ്ടുവന്നു. ആ പഴയതുകൊണ്ട്, ആ ചെറുതുകൊണ്ട്. നിൻ്റെ ഈ പുതിയതുകൊണ്ട് നീ എന്ത് ചെയ്തു? സഹോദരങ്ങളെ, നിങ്ങൾ ബഥേലിലായിരിക്കുന്നത്. ലോകത്തിൽ ഒരുപാട് പേർക്ക് കിട്ടാത്ത സാഹചര്യങ്ങളിലൂടെ, തിരുവചനത്തിൻ്റെ ഗൗരവങ്ങളിലൂടെ പോകുക. പക്ഷെ നമുക്ക് കിട്ടിയ പദവികൾ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു? ഞാൻ സാധാരണക്കാരനെ പോലെ നടക്കുന്നു എന്ന് പറയരുത്. നമുക്കതിന് ഉന്നതമായ ഒന്ന് ദൈവം തന്നു. ഇസ്രായേൽ ആകപ്പാടെ നശിച്ചു. ഇസ്രായേൽ ചിതറപ്പെട്ടു. ഇത് ഭൂമിക്ക് അടിസ്ഥാനമിടുന്നത് ദൈവം ദൂതന്മാർക്ക് കൊടുത്ത ഒരു ട്രിഗറിങ് സൈനായിരുന്നു. നിന്നെ മാത്രം ആശ്രയിച്ച് ഞാൻ പോകത്തില്ല, എനിക്കിനിയും സൃഷ്ടിക്കാൻ അറിയാം. നീ ഒരുത്തൻ വീണാൽ അതുകൊണ്ട് എല്ലാവരും വീഴുമെന്നല്ല, വീഴാത്ത ചിലതിനെ എനിക്ക് വേണ്ടി നിർത്താൻ അറിയാം. എൻ്റെ സാദൃശ്യവും എൻ്റെ സ്വരൂപവും സൂക്ഷിക്കുന്ന, എൻ്റെ കൾച്ചർ സംരക്ഷിക്കുന്ന ഒരു ജനതയെ ഞാൻ ഉളവാക്കുവിടാ എന്ന് പറയേണ്ടതിനാണ് ആദ്യമായി ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടത്. ഇറ്റ് വാസ് എ ട്രിഗർ. അവിടെ മുതൽ ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ എനിക്കറിയാവുന്നതുണ്ട്, എനിക്കറിയാൻ വയ്യാത്തത് എത്ര കോടികൾ അതിന് മുമ്പിലുണ്ടായിരിക്കും. ഇന്ന് ഞാനിവിടെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്, അവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കായി ചിതറിപ്പോകുമെന്ന് യേശുവിൻ്റെ വാഗുണ്ട് ലൂക്കോസിൻ്റെ സുവിശേഷം 19:44 മുതൽ നമുക്ക് കാണാൻ നോക്കും. ലൂക്കോസ് 19:44 കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച വാക്യമായി. എന്തുകൊണ്ടോ ആവർത്തിക്കാൻ ആവശ്യപ്പെടുന്നു, അതുകൊണ്ട് ഞാനൊന്ന് ആവർത്തിക്കട്ടെ. യെരുശലേമേ, യെരുശലേമേ, നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇന്നെങ്കിലും നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. അറ്റ്ലീസ്റ്റ് ഓൺ ദിസ് ദൈ ഡേ എന്നൊരു പദമാണ് വേദപുസ്തകത്തിലുള്ളത്. ഈ നിനക്ക് വേണ്ടി നിയമിച്ച ഈ പ്രത്യേക ദിവസമെങ്കിലും നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഏതാണ് സാഹചര്യം? യേശുക്രിസ്തു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി തൻ്റെ യെരുശലേമിലേക്ക് യാത്ര ചെയ്യുകയാണ്. യെരുശലേമിൻ്റെ കിഴക്കേ വാതിലിന് നേരെ താൻ വരികയാണ്. എനിക്ക് തോന്നുന്നു ഈ ആഴ്ച കൊണ്ട് മെസ്സേജ് തീരത്തില്ലെന്നുള്ളത് ഉറപ്പിൻ്റെ ഉറപ്പാണ്. അതിൻ്റെ കൂടെ ദൈവാത്മാവ് ഇങ്ങനെ പല സൈഡുകൾ ചേർത്ത് തൊടുന്നത് കൊണ്ട് ഞാൻ അതുവഴിയൊക്കെ ഇറങ്ങിപ്പോകും. യെരുശലേമിന് കിഴക്ക് വശത്ത് ഒരു വാതിലുണ്ട്. ഇന്ന് ആ വാതിൽ തുറക്കത്തില്ല. തുറക്കാതിരിക്കാൻ കാരണങ്ങളുണ്ട്. യെരുശലേമിൻ്റെ കിഴക്കേ വാതിലിൻ്റെ പ്രത്യേകത, ഒന്നുകിൽ ഒരു മഹാപുരോഹിതൻ മഹാപൗരോഹിത്യം ഏറ്റെടുത്ത ശേഷം ആദ്യം യെരുശലേമിലേക്ക് വരുമ്പോൾ തുറന്ന് തന്നെ കയറ്റേണ്ട വാതിലാ. സാധാരണ പുരോഹിതന്മാർക്ക് അതുവഴി കയറാനൊക്കത്തില്ല. അല്ലെങ്കിൽ ഒരു രാജാവ് രാജ്യത്വം പ്രാപിച്ച് ആദ്യമായി വരുമ്പോൾ തുറന്നു കൊടുക്കേണ്ട വാതിലാണ് കിഴക്കേ വാതിൽ. കിഴക്കേ വാതിൽ എന്ന പദം വേദപുസ്തകത്തിൽ വളരെ ഗൗരവമാണ്. ഇനിയൊരിക്കൽ കിഴക്കേ വാതിൽ തുറക്കും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കഴുതക്കുട്ടിയുടെ പുറത്തിരുന്ന് കുട്ടികൾ ചേർന്ന് ഓശാന വിളിച്ചുകൊണ്ട് തന്നെ രാജാവായി അംഗീകരിച്ചുകൊണ്ട് യെരുശലേമിൻ്റെ കിഴക്കേ വാതിലിൻ്റെ നേരെ ഒലിവുമലയുടെ പടിഞ്ഞാറ് ഇറങ്ങി വരുമ്പോൾ യെരുശലേമിൻ്റെ നേതാക്കന്മാർ വന്ന് ആ വാതിൽ അടച്ചു കളഞ്ഞു. ഇല്ല, തുറന്നില്ല. അവർ യേശുവിനോട് പറഞ്ഞു, ജനം മിണ്ടാതിരിക്കാൻ പറ, അല്ലെങ്കിൽ ഞങ്ങളെ കൂടെ റോമൻ ഗവൺമെൻറ് പിടിച്ചുകൊണ്ട് പോകും, ഞങ്ങൾ ഭയത്തിലാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ മിണ്ടാതിരിക്കാൻ പറ. യേശു നേരെ പറഞ്ഞ വാചകം, ഇവർ മിണ്ടാതിരുന്നാൽ ഒരു കൂട്ടം കല്ലുകൾ ആർക്കും. ഇന്ന് രാവിലെ നിങ്ങൾ കേട്ടത്. ഇവർ മിണ്ടാതിരുന്നാൽ ഒരു കൂട്ടം കല്ലുകൾ ആർക്കും. എന്നിട്ട് സ്ത്രീകളെ നോക്കിക്കൊണ്ടൊരു പദം പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, യെരുശലേമേ, യെരുശലേമേ, നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇന്നെങ്കിലും നീ ഒന്നറിഞ്ഞെങ്കിൽ കൊണ്ടായിരുന്നു. ഇന്നെങ്കിലും എന്താണ് പദത്തിൻ്റെ അർത്ഥം? ഞാനതിൻ്റെ മുഴു വ്യാഖ്യാനത്തിലേക്ക് പോകാൻ എൻ്റെ ഓർമ്മയിലില്ല, ഞാൻ പ്രിപ്പയറും ചെയ്തില്ല. അതുകൊണ്ട് ഇങ്ങനെ ഓർപ്പിച്ചു മാത്രം പോകാം. ദാനിയേൽ പ്രവചനത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ എടുക്കണ്ട. ദാനിയേൽ പ്രവചനത്തിൻ്റെ 9-ാമത്തെ അധ്യായത്തിൽ തൻ്റെ യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ 69 ആഴ്ചവട്ടം തികയുമ്പോൾ അഭിഷക്തനായൊരു പ്രഭു ഛേദിക്കപ്പെടും എന്നൊരു പദം കിടപ്പുണ്ട്. യെരുശലേമിനെ വീഥിയും കിടങ്ങുമായി പണിയുവാൻ അർത്ഥശിഷ്ട രാജാവ് കൽപ്പന കൊടുത്തത് നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കളിമൺ പലകകളിൽ എഴുതിയ ആകൃതി പേർഷ്യൻ മ്യൂസിയത്തിൽ അന്ന് സൂക്ഷിച്ചിരുന്നു. അന്ന് മുതൽ
കറക്റ്റ് 69 ആഴ്ചവട്ടം. ആഴ്ചവട്ടം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങോട്ട് എളുപ്പം വിശദീകരിക്കാൻ ഒക്കത്തില്ല. ഒരാഴ്ചയ്ക്ക് 7 ദിവസമാണുള്ളത്. അതുകൊണ്ട് 69 ഗുണം 7 ദിവസങ്ങളാണ്. 2, പ്രവചനത്തിലെ ഒരു ദിവസം മനുഷ്യൻ്റെ 360 ദിവസങ്ങൾക്ക് തുല്യമാണ്. പ്രവചനങ്ങൾ പഠിച്ചാൽ കാണാം. പ്രവചന വ്യാഖ്യാനങ്ങളിലേക്ക് പോകുമ്പോൾ പ്രവചനത്തിലെ ഒരു ദിവസം 360 ദിവസങ്ങൾക്ക് തുല്യമാണ്. കാരണം യഹൂദൻ്റെ ഒരു വർഷത്തിന് 360 ദിവസമേ ഉള്ളൂ. ഞാൻ നിനക്ക് ഒരു ദിവസത്തെ ഒരു വർഷമായി കണക്കിടും എന്നും നിന്റെ ഒരു വർഷം ഞാൻ ഒരു ദിവസമായി എടുക്കുമെന്നുള്ള ആശയം പ്രവചന പദങ്ങളിൽ ഉള്ളതുകൊണ്ട് ഇത് മനസ്സിലാക്കാം. അങ്ങനെയാണെങ്കിൽ 69 ആഴ്ചവട്ടം എന്ന് പറയുന്നത് 69 ഗുണം 7 ഗുണം 360 ദിവസങ്ങളാണ്. 1,17,000 ശിഷ്ടം ദിവസങ്ങൾ വരും. കറക്റ്റ് ഫിഗർ ഞാൻ ഓർക്കുന്നില്ല, കൂട്ടി ഞാൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി ഒരിക്കൽ ആയുസ് അനുവദിക്കുന്നെങ്കിൽ ഇനിയും കണ്ടെന്നും വരാം. 1,17,000 ശിഷ്ടം ദിവസങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്ന അന്നാണ് യേശു നിന്നുകൊണ്ട് ഈ പ്രസ്താവന പറയുന്നത്, യെരൂശലേമേ നിന്റെ സമാധാനത്തിനുള്ളത് ഇന്നെങ്കിലും നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഇതാ അഭിഷക്തനായ ഞാൻ യെരൂശലേമിൻ്റെ കിഴക്കേ വാതിലിന് നേരെ ഇറങ്ങി വരികയാണ്. നമ്മളിൽ പലരും ഇതിൻ്റെ ഗൗരവമൊന്നും ശ്രദ്ധിക്കത്തില്ല. ഇന്ന് പകൽ ചിലരുടെ ഹൃദയവാതുക്കൾ തമ്പുരാൻ മുട്ടിക്കൊണ്ട് തുറക്കെനിക്ക് വേണ്ടി എന്ന് പറയുന്ന ശുഭമുഹൂർത്തമാണ് ഇതെന്ന് മറക്കരുത്. യെരൂശലേമേ ഈ സമയത്തെങ്കിലും നിന്റെ സമാധാനത്തിനുള്ളത് നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. നിന്റെ കണ്ണുകൾക്കത് മറവാ. ഒരു വിഭാഗത്ത് കുഞ്ഞുങ്ങൾ നിന്നുകൊണ്ട്, ശിഷ്യന്മാർ നിന്നുകൊണ്ട് ഓശാന അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വമെന്ന് വർണ്ണിക്കുമ്പോൾ, മറുവിഭാഗത്തെ യഹൂദൻ്റെ പുരോഹിതന്മാർ നേതാക്കന്മാർ നിന്നുകൊണ്ട് മിണ്ടാതിരിക്കാൻ ജനത്തോട് പറ എന്ന് പറഞ്ഞ് ശാസിക്കുമ്പോൾ, മൂന്നാമതൊരു ശബ്ദം യേശുവിൻ്റേത് ഉയരുകയാണ്, യെരൂശലേമേ യെരൂശലേമേ നിന്റെ സമാധാനത്തിനുള്ളത് ഇന്നെങ്കിലും നീ അറിഞ്ഞെങ്കിൽ കൊള്ളായിരുന്നു. ഈ പുസ്തകം നിന്റെ കയ്യിൽ ഉണ്ടല്ലോ, ദാനിയേൽ പ്രവചനം നീ വായിക്കാറുള്ളതല്ലേ, കണക്ക് നിനക്കറിയാവുന്നതല്ലേ, എല്ലാം അറിയാമെങ്കിലും നിന്റെ ബുദ്ധിക്ക് ഇത് തെളിവായി വരാതെ ഇതിനെ മറച്ചു കളഞ്ഞ ഒരു പിശാചുണ്ട്. ആകയാൽ നീ ചെതറും, നീ നശിക്കും. നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിക്കാത്ത ഒരു കാലം വരും എന്ന് യേശു പറഞ്ഞു. യെരൂശലേം ആകപ്പാടെ തകർന്നു പോകുമെന്ന്. നിന്റെ സന്ദർശനകാലം നീ അറിയായിക കൊണ്ട് നിന്റെ ശത്രുക്കൾ നിനക്ക് ചുറ്റും വാടകോരി നിന്നെ വളഞ്ഞ് 4 പുറത്തും ഞെരുക്കി നിന്നെയും നിന്നിലുള്ള നിന്റെ മക്കളെയും നിലത്ത് തള്ളിയിട്ട് നിങ്ങൾ കല്ലിന്മേൽ കല്ല് ശേഷിപ്പിക്കാതിരിക്കുന്ന കാലം നിനക്ക് വരും എന്ന് പറഞ്ഞു. എന്നാൽ യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് ഈ ജനം ഇതൊന്നും അറിഞ്ഞില്ല. ക്രൂശീകരിക്കുന്ന സമയത്ത് ഇല്ല, ഇവനെ ഞങ്ങൾക്ക് വിട്ടുതരണമെന്ന് പറയുവാൻ 10 പേരുണ്ടായിരുന്നെങ്കിൽ പീലാത്തോസ് യേശുവിനെ ക്രൂശിക്കത്തില്ലായിരുന്നു. യേശു വന്നത് ക്രൂശിക്കപ്പെടാൻ വേണ്ടി തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. എന്നാൽ അതിന് കാരണക്കാരനായി തീർന്ന യൂദ എന്നേക്കുമായി ശപിക്കപ്പെട്ടവൻ, അതിന് കാരണക്കാരായി തീർന്ന യഹൂദജനം എന്നേക്കും ശപിക്കപ്പെട്ടവർ, അതിന് കാരണക്കാരനായി തീർന്ന ചക്രവർത്തി പീലാത്തോസ് അവനും ശപിക്കപ്പെട്ടവനായി മാറി. നിങ്ങൾ കേട്ടിട്ടുണ്ടോ പീലാത്തോസിൻ്റെ ഒരു ചരിത്രം? എന്തുകൊണ്ടോ ന്യായവിധി പറയണമെന്ന് എനിക്ക് ഒട്ടും താല്പര്യമില്ലെങ്കിലും പീലാത്തോസ് കുറച്ച് വെള്ളമെടുത്ത് കൈ കഴുകി, ഈ നീതിമാൻ്റെ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന് പറഞ്ഞ്, നമുക്കിത് വിഷയമല്ല, എനിക്കിത് കാര്യമല്ല, നിങ്ങൾ നോക്കാൻ പറഞ്ഞ് തള്ളി. പക്ഷെ അങ്ങനെ കൈ കഴുകിയത് കൊണ്ട് ഈ ദൈവം തന്നെ അവസരം നഷ്ടമാക്കാൻ ഒക്കുന്നതല്ല പീലാത്തോസെ. പീലാത്തോസിനെ കുറിച്ച് ചരിത്രം പഠിപ്പിക്കുന്നത് കാലത്തിൻ്റെ പോക്കിൽ അദ്ദേഹം മാനസിക രോഗിയായി. കാണുന്നിടത്തെല്ലാം വെള്ളമെടുത്ത് കൈ കഴുകി, എൻ്റെ കയ്യിൽ രക്തം, എൻ്റെ കയ്യിൽ രക്തം, ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ലെന്ന് പറഞ്ഞ് കൈ കഴുകിയവൻ ഇപ്പം വെള്ളം കാണുന്നിടത്ത് മുഴുവനും വെള്ളമെടുത്ത് കൈ കഴുകി, എൻ്റെ കയ്യിൽ രക്തം, എൻ്റെ കയ്യിൽ രക്തം, എൻ്റെ കയ്യിൽ രക്തം എന്ന് പറഞ്ഞ് ഭ്രാന്തനായി മരിച്ചുവെന്നാണ് ചരിത്രം രേഖപ്പെടുത്തുന്നത്. അങ്ങനെ കൊടുത്തൊഴിയാവുന്നതല്ല രക്തം, കേട്ടോ. യൂദയാണെങ്കിൽ ഞാൻ നീതിമാൻ്റെ രക്തത്തെ കാണിച്ചു കൊടുത്തു എന്ന് പറഞ്ഞ് പോയി കെട്ടി ഞാൻ ചത്തു. പൊന്നി യൂദ, നീ ചത്തത് കൊണ്ട് തീരത്തില്ല, നീ അവൻ ഒഴിഞ്ഞു പോയ സ്ഥാനമെന്ന് തിരുവചനം പറയത്തക്ക വണ്ണം നിന്നെ ഒരു ഭൂതമായിട്ടാണ് ലോകം കണക്കാക്കിയത്. മറക്കരുത്. ദൈവസന്നിധിയിൽ പാപം ചെയ്യുന്നവർ മറക്കരുത്. ഞാനതൊന്ന് ഓർപ്പിക്കട്ടെ. പക്ഷേ എനിക്കും നിങ്ങൾക്കും അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന പുണ്യാഹ രക്തമായി മാറി. ഇത് രക്തത്തിൽ നിന്ന് ഒഴിവുള്ളതല്ല. അവർ ചേർന്ന് പറഞ്ഞ് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ. അതെ, അവർ യേശു പറഞ്ഞു, അതെ ശരിയാണ്, അവർ വാളിൻ്റെ വായ്ത്തലയാൽ വീഴുകയും അവരെ സകല ജാതികളിലേക്കും ബദ്ധന്മാരായി പോകുകയും
ജാതികളുടെ കാലം തികയുവോളം കർത്താവ് പറഞ്ഞു, നിന്നെ കൊണ്ട് കൊള്ളുകയില്ലല്ലോ, ഞാൻ ജാതികളുടെ കാലം വിട്ടുകൊടുത്ത് കഴിഞ്ഞു. മനുഷ്യൻ്റെ 3-ാം വീഴ്ചയിൽ ജാതികൾക്ക് വേണ്ടി ദൈവം കാലം തുറന്നു കൊടുത്തു. ആ കാലം തികയുകയും ചെയ്യുവോളം ജാതികൾ യെരൂശലേം ചവിട്ടിക്കളയുമെന്ന് പറഞ്ഞു. 1949 വരെ ആ കാര്യം നടന്നു. ഭൂമിയിലെ മനുഷ്യർക്ക് നിരാശയോടുകൂടെ പരിഭ്രമം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുക. AD 70 ചിതറിയ യഹൂദൻ AD 1949 വരെ ചിതറപ്പെട്ട് കിടന്ന സാഹചര്യത്തിലായിരുന്നു ഇസ്രായേൽ തകർന്നു മാറി. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ ചിന്തിച്ചതാ. അവരൊരു സാമ്രാജ്യമായിരിക്കുമ്പോൾ 46 പ്രാവശ്യം they were attacked by enemies. അവർ രാജ്യമായിരിക്കുമ്പോൾ, അവർ രാജ്യമായിരുന്ന സന്ദർഭങ്ങൾ നമ്മൾ തൊടും, അല്ലാത്ത സന്ദർഭങ്ങളും തൊടും. 46 പ്രാവശ്യം ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ടു. 30 പ്രാവശ്യത്തിലധികം അവർ പാർഷ്യലി ഡിസ്ട്രോയിഡ്, ഭാഗികമായി നശിപ്പിക്കപ്പെട്ടു. 25 പ്രാവശ്യത്തിലധികം ഗവൺമെൻറ്റ്സ് വർ ചേഞ്ച്. അവരുടെ ഇൻറ്റേർണൽ ഗവൺമെൻറ് 25 പ്രാവശ്യത്തിലധികം തകർക്കപ്പെട്ടു, ചെതറിപ്പോയി. ഇതെല്ലാം ആണെങ്കിലും 1949 അവർ വീണ്ടും ഷൂട്ട് ചെയ്തു. അതുവരെ അവർ ഉണങ്ങിയ അത്തി പോലെ ആയിരുന്നു. 1949 ആകുമ്പോൾ അടുത്തൊരു ട്രിഗർ ദൈവം വലിച്ചു, ഒരൊറ്റ ട്രിഗർ വലിച്ചു. അതോടുകൂടെ ഇസ്രായേൽ മടങ്ങി വരുവാൻ തുടങ്ങി. ഉണങ്ങിപ്പോയിരുന്ന അത്തി എന്ന് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ കണ്ടത് തഴയ്ക്കുവാൻ തുടങ്ങി, ഫലവത്തായി മാറുവാൻ തുടങ്ങി. അടുത്തത് ഡ്രൈ ബോൺസിനെ കുറിച്ച്, ഉണങ്ങിയ അസ്ഥികളെ കുറിച്ചുള്ള പ്രവചനമാണ്. അവരുടെ അസ്ഥികൾ ഉരുകി ചെതറി ഉണങ്ങി തെറിച്ചുപോയി എന്ന് പറഞ്ഞു. എന്നാൽ അതിൻ്റെ നടുവിൽ പ്രവചിക്കുവാൻ ഒരു പ്രവാചകനെ ദൈവം അയച്ചു. തകർന്നു കിടക്കുന്ന സാഹചര്യങ്ങളിൽ നാശം പ്രതീക്ഷിക്കുന്ന പട്ടണത്തിൻ്റെ മേൽ ദൈവിക നീതിയും സമാധാനവും വിളിച്ചു പറയുവാൻ നിയമിക്കപ്പെട്ട പ്രവാചകന്മാരെ, ബേഥേലിൻ്റെ മേലൊരു കടമയുണ്ട് എന്ന് മറക്കരുത്. ഇരിക്കുന്ന ചിലരുടെ ഹൃദയം തിളയ്ക്കുമാറ് ദൈവാത്മാവ് നിങ്ങളോട് ഇടപെടുന്നെങ്കിൽ അത് നിങ്ങളുടെ ഇടപെടുക തന്നെയാണ്. നാം തിളച്ചേ മതിയാകെയുള്ളൂ. ദീർഘകാലം നിലനിൽക്കുന്ന നീണ്ട പ്രോഫസികൾ, അസ്ഥികളെ മടങ്ങി വരിക. നിങ്ങൾക്കറിയാമോ, ആ പ്രവചനം കഴിഞ്ഞ് ഏതാണ്ട് 4000 വർഷം കഴിഞ്ഞ, 4000-ലധികം വർഷം കഴിഞ്ഞ പ്രവചനം നിവർത്തിയായത്. ദീർഘകാല പ്രവചനങ്ങൾ പറഞ്ഞിടുവാൻ, ഈ പട്ടണം ദൈവകൃപയിൽ വരട്ടെ എന്ന് പറയുവാൻ, സഭ ദൈവത്തിങ്കൽ വളരട്ടെ എന്ന് പറയുവാൻ നമ്മിൽ ചിലരെ കൂടെ ദൈവം ശക്തീകരിക്കട്ടെ. പ്രവചിക്കുന്ന പ്രവാചകന്മാർ എഴുന്നേറ്റു. അവരുടെ പ്രവചനത്തിൻ്റെ ഫലമായി നൂറ്റാണ്ടുകൾക്ക്, സഹസ്രാബ്ദങ്ങൾക്ക് ശേഷം അവരൊരു സൈന്യമായി മാറി. 1, ഉണങ്ങിയ അത്തി തഴച്ചു. 2, അവർ ചെതറിപ്പോയ അസ്ഥികൾ തിരിച്ച് എഴുന്നേറ്റു വന്നു. പുറപ്പാട് പുസ്തകം 13-ാം അധ്യായത്തിൻ്റെ 8-ാമത്തെ വാക്യത്തിൽ, ശത്രുവിൻ്റെ ദേശത്ത് നിന്ന്, മിസ്രയീമിൽ നിന്ന്, ഉരുക്കുലയിൽ നിന്ന്, നിങ്ങളെ തകർക്കുന്നവരുടെ ഇടയിൽ നിന്ന്, ദേശത്ത് നിന്നും നല്ലതും വിശാലവുമായ ദേശത്തേക്ക്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ ഞാനും ഇറങ്ങി വന്നിരിക്കുന്നു. പാലും തേനും ഒഴുകുന്ന ദേശമായ ഇസ്രായേൽ ദേശത്തെക്കുറിച്ച് ആരംഭത്തെ കാലങ്ങളിൽ ചിലതിനെക്കുറിച്ച് ചിന്തിക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. അവരെ അങ്ങോട്ട് കൊണ്ടുപോകുവാൻ യഹോവയായ ദൈവം ഇറങ്ങി വന്നു. എന്തുവാ പറഞ്ഞത്? അടിമ വീടായ മിസ്രയീമിൽ നിന്നും, തകർത്ത് കളയുന്ന ഇരുമ്പുലയായ ദേശത്തു നിന്നും നിങ്ങളെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുക. നിങ്ങൾക്കറിയാമോ അന്നും ഇസ്രായേൽ മരുഭൂമിയാണെന്ന്? ദൈവം ഇവിടെ വിളിച്ചു പറയുകയാണ്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാൻ വരിക. അത് മരുഭൂമിയാണ്. അവിടെയും ഇവിടെയും ചില നീരുറവുകളുണ്ട്, അവിടെയും ഇവിടെയും ചില മരുപ്പച്ചകളുള്ളത് ഒഴിച്ചാൽ ഇസ്രായേൽ മരുഭൂമിയായി കിടക്കുമ്പോൾ യഹോവയായ ദൈവം പറയുകയാണ്, അത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്. മോനെ, ഇന്ന് കാണുന്ന കാഴ്ചയല്ല, നീ അവിടെ ചെല്ലുമ്പോൾ ഞാൻ ദേശത്തിൻ്റെ മുഖച്ഛായ മാറ്റും. ഇന്ന് കാണുന്നതല്ല നീ വിശ്വസിക്കേണ്ടത്, കാണാത്തത് വിശ്വസിക്ക്. ഇന്ന് പകൽ കാണാത്തത് വിശ്വസിക്കുവാൻ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി ഞാൻ എൻ്റെ കർത്താവിനെ വാഴ്ത്തുകയാണ്. വെറും മരുഭൂമി കണ്ടുകൊണ്ട് സ്വർഗത്തിലെ ദൈവം വിളിച്ചു പറയുകയാണ്, പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് നിന്നെ കൊണ്ടുപോകുവാൻ ഞാൻ ദണ്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. ഉൽപ്പത്തി പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ കേവലം മരുഭൂമിയായിരുന്ന ആ ദേശം കണ്ടുകൊണ്ട് ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഫ്രാത്ത് മുതൽ മഹാനദി വരെ ഞാൻ നിനക്ക് തരാൻ പോകുകയാ. ഏതാണ്ട് 4000 വർഷങ്ങൾക്ക് പുറകിൽ
ഇന്നേക്ക് 4000 വർഷങ്ങൾക്ക് പുറകിൽ ഇസ്രയേൽ മരുഭൂമിയായി കിടക്കുമ്പോൾ ദൈവം അബ്രഹാമിനോട് പറയുകയാണ്, ഞാൻ നിന്നെ പാലും തേനും ഒഴുകുന്ന ദേശത്തേക്ക് കൊണ്ടുപോകാം. അന്ന് ദൈവം അവർക്ക് കൊടുത്തത് 85,470 സ്ക്വയർ കിലോമീറ്ററോളം വരും. അബ്രഹാമിന് ദൈവം വാഗ്ദത്തം പറയുന്ന ഭൂമി 85,470 സ്ക്വയർ കിലോമീറ്ററോളം വലിപ്പം വരുന്നതാണ്. ഇതൊന്നും അബ്സല്യൂട്ട്ലി കറക്റ്റ് അല്ല, അപ്രോക്സിമേറ്റ്ലി കറക്റ്റാണ്. അപ്രോക്സിമേഷനാണ് ഈ പറയുന്നത്. എനിക്ക് തോന്നുന്നു ഒരു രാജ്യത്തിൻ്റെ വിസ്തൃതിയൊക്കെ ഇന്നും പറയുന്നത് അപ്രോക്സിമേഷനില്ല. ഇന്നും ഇന്നല്ല ഞാനും പറയുന്നത്, അന്നത്തെ ചരിത്രമാണ്, അത്രയുമാണ്. അതിൻ്റെ ശേഷമാണ് ബാൽഫർ ഡിക്ലറേഷൻ നടക്കുന്നത്. 1940കളിൽ ബാൽഫർ ഡിക്ലറേഷൻ. ഇതിനോടകം ഇത് പലരുടെ കയ്യിൽ അകപ്പെട്ടു. മുസ്ലിം ഗവൺമെൻറ്റുകൾ അതിനെ ഭരിച്ചു. ഒരുപാട് ഗവൺമെൻറ്റുകൾ മാറി മാറി ഭരിച്ചു. എങ്ങും ആർക്കും ഒരു റിസൾട്ടും കണ്ടില്ല, ആർക്കും ഒരു നന്മയും കണ്ടില്ല. ഒടുവിൽ ബ്രിട്ടീഷുകാരുടെ കയ്യിൽ അത് വന്നു. ബ്രിട്ടീഷുകാരുടെ കയ്യിൽ ദേശം ഇരിക്കുമ്പോഴാണ് ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്ന ഒരു ഡിക്ലറേഷൻ നടക്കുന്നത്. അത് 1947 അന്നും ഇത് മരുഭൂമിയാണ്. ഈ അബ്രഹാമിനോട് ദൈവം ഇതിനിടയ്ക്ക് ഇത് ഫലവത്തായിട്ടുണ്ട്. അബ്രഹാമിനോട് ദൈവം പറയുന്ന കാലത്ത് ഇത് മരുഭൂമിയായിരുന്നു. അബ്രഹാം ചെന്ന് പാർത്തതിനെ തുടർന്ന് ഇത് ഫലവത്തായി മാറി. അബ്രഹാമിൻ്റെ സന്തതി ചെന്ന് പാർത്തതിനെ തുടർന്ന് ഇത് ഫലവത്തായി മാറി. ദാവീദ് ഭരിക്കുന്ന കാലത്ത് അതിൻ്റെ ഒരു ഭാഗമുണ്ടായിരുന്നു. ആ ഭരിച്ച ഭാഗം വളരെ ഫലവത്തായിരുന്നു. പിന്നെ ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ പോയി, ഓട്ടോമാൻ ഗവൺമെൻറ്റിൻ്റെ മേൽ പോയി. അന്നെല്ലാം ഇത് തിരിച്ച് മരുഭൂമിയായി. അങ്ങനെ കിടക്കുമ്പോഴാണ് ബ്രിട്ടീഷ് ഗവൺമെൻറ് ബാൽഫർ ഡിക്ലറേഷനിലൂടെ ഈ സ്ഥലം ഇസ്രയേലിന് തിരിച്ചു കൊടുക്കുന്നത്. ഇതാണ് അബ്രഹാമിന് ദൈവം കൊടുത്തിരുന്നത് 1000 BC-യിൽ ദൈവം അബ്രഹാമിന് കൊടുക്കുന്നതാ. അന്നിത് മരുഭൂമിയായിരുന്നു. നിങ്ങൾക്ക് ഏരിയ കാണാൻ കഴിയും. ഈ ഏരിയ നിങ്ങൾക്ക് കാണാം. ഞാൻ വേറൊരു പിക്ചറിനകത്തൊന്ന് കോപ്പി ചെയ്തത് കൊണ്ട് ആ ചർച്ചുകാർ ഉപയോഗിക്കുന്ന ഒരു മൈക്കും അതിൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. നമ്മുടെ മൈക്കല്ലത്, വേറൊരു ചർച്ചുകാർ പരസ്യപ്പെടുത്തുന്നത് ഞാൻ കോപ്പി ചെയ്തെടുത്തതാണ്. അതതിൻ്റെ മുന്നിൽ ഇരിപ്പുണ്ട്. അവിടെയുണ്ട് ആ ഷാഡോ കാണിച്ചിരിക്കുന്ന ഭാഗം, ആ വരച്ചു വെച്ചിരിക്കുന്ന മനുഷ്യൻ്റെ ആമാശയത്തോട് ഏറെക്കുറെ ബന്ധമുള്ള ഒരു ഭാഗമാണ്, ഒരു പടമാണ് അവിടെ കാണുന്നത്. ആ വലിയ പടം അത് മുഴുവനും അബ്രഹാമിന് ദൈവം വാഗ്ദത്തം കൊടുത്തതാണ്. പക്ഷേ അത് മിക്കവാറും മരുഭൂമിയായിരുന്നു. അവിടെ നിന്ന് പാലും തേനും ഒഴുകുന്ന ദേശമെന്ന് പറയത്തക്കവണ്ണം ദാവീദ് ഭരിച്ച ഒരു കുറച്ച് സ്ഥലം മാത്രം ദൈവം വിട്ടുകൊടുത്തു. ദാവീദ് ഇന്നേക്ക് ഏറെക്കുറെ 1000 വർഷങ്ങൾക്ക് മുമ്പാണ് ഭരിച്ചത്. 1800 BC-യിൽ ദൈവം അബ്രഹാമിന് കൊടുത്തതാണ് ആ ഔട്ടർ പിക്ചർ. ദാവീദ് ഏറ്റെടുത്ത് ഭരിച്ച സ്ഥലം ഇത്രയേ ഉള്ളൂ. അന്നാണ് ഇസ്രായേൽ ഏറ്റവും വളർന്നത്. അത്രയും സ്ഥലം ഏറ്റവും ഫലപുഷ്ടമായി മാറി. അത് BC 1000-ലാണ്. അത്രയും സ്ഥലം പാലും തേനും ഒഴുകുന്ന ദേശമായി. ദൈവം നിങ്ങളോട് വാക്ക് പറഞ്ഞ ഇടം നിങ്ങൾ കരസ്ഥമാക്കിയാൽ, ദൈവത്തിൻ്റെ വാഗ്ദത്തം വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ ചെയ്തു തുടങ്ങിയാൽ ആ മരുഭൂമി പാലും തേനുമായി മാറും എന്ന് മറക്കരുത്. നോക്കിയോ, വലത്തെ അറ്റത്ത് കിടക്കുന്നത് AD 1917 ബാൽഫർ ഡിക്ലറേഷൻ നടക്കുന്ന സമയത്തുള്ളതാണ്. ആ വലത്തുവശത്ത് കാണുന്നത്, ആ വലത്തുവശത്ത് കാണുന്ന ഭൂമി അന്ന് മരുഭൂമിയാണ്. അതിനുശേഷം ഇന്നത്തെ ഷേപ്പ് 1948 വിൻസ്റ്റൺ ചർച്ചിൽ അവർകൾ ഒരു വര കൂടെ വരച്ചു. യോർദാൻ ഇതിനകത്തുനിന്ന് മാറ്റി വെച്ചു. ബാൽഫർ ഡിക്ലറേഷൻ എന്ന് പറയുന്നതും ബ്രിട്ടീഷുകാരൻ്റെ വകയാണ്. അതേ ബ്രിട്ടീഷ് രാജ്യം തന്നെ അതിനെ ഒന്നുകൂടെ ചെറുതാക്കി യോർദാൻ്റെ പ്രദേശം മാറ്റിയ ശേഷം 22,145 സ്ക്വയർ കിലോമീറ്റർ മാത്രം കൊടുത്തു. അന്നത് മരുഭൂമിയാണ്. പക്ഷേ ഇന്ന് അത് പാലും തേനും ഒഴുകുന്ന ദേശമാണ്. കാര്യം അവകാശപ്പെടുത്തേണ്ടവൻ അവകാശപ്പെടുത്തി, പാർക്കേണ്ടവൻ പാർത്തു. ബേഥേൽ അനുഗ്രഹത്തിൻ്റെ സഭയാണ്. ആർക്ക്? വാഗ്ദത്ത സന്തതി അതിനകത്ത് പാർക്കുന്നെങ്കിൽ. 1-2 പദങ്ങൾ ഇങ്ങനെ പറയുവാൻ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ ഭയങ്കര പ്രേരണ തന്നു. പരിശുദ്ധാത്മാവ് ഗൗരവമായി ഒരു ആലോചന പറയുമ്പോൾ ഫോർച്യൂൺ ടെല്ലേഴ്സ് പറയുന്നത് പോലെ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അവഗണിക്കുന്ന ശത്രുവേ, നിനക്കത് വെറും സൂറ്റല്ലറുടെ വാചകമായി മാറുമെങ്കിൽ അത് ദൈവത്തിൻ്റെ വിധിയാണെന്ന് പറഞ്ഞ് അംഗീകരിക്കുന്ന ദൈവത്തിൻ്റെ പൈതലേ, താങ്കൾ അതിനാൽ അനുഗ്രഹിക്കപ്പെടും. മറക്കരുത്, യേശുവിൻ്റെ രക്തം ഒരുത്തന് നാശഹേതുവായെങ്കിൽ വേറൊരു കൂട്ടം ആളുകൾക്ക് ജീവരക്ഷയായി മാറിയതുപോലെ ദൈവത്തോടുള്ള നമ്മുടെ നിലപാടും ദൈവത്തോടുള്ള നമ്മുടെ കടപ്പാടും ഉണ്ടായിരിക്കുമെന്ന് മറക്കരുത്. ഈ 22,145 സ്ക്വയർ കിലോമീറ്റർ ദൈവം അബ്രഹാമിന് കൊടുത്തതിൻ്റെ ഏറെക്കുറെ 1/4 ഉള്ളൂ. അതിനെ ചൊല്ലിയാണ് ഇന്ന് ഈ വഴക്ക് നടക്കുന്നത്. ദൈവം അബ്രഹാമിന് കൊടുത്തതിൻ്റെ ഏറെക്കുറെ 1/4 ഉള്ളൂ.
അതിനെ ചൊല്ലിയാണ് ഇന്ന് ഈ വഴക്ക് നടക്കുന്നത്. അവർ ഏറ്റെടുത്ത സ്ഥലം പാലും തേനും ഒഴുകുന്നതായി മാറി. പൊതുലോകം കാണുവാൻ ഒരു ട്രിഗറിങ് ലോകത്തിൻ്റെ മുമ്പിൽ നടക്കുക. ഓരോ പ്രാവശ്യവും വാഗ്ദത്ത സന്തതിയെ സ്ഥലം പിടിച്ചെടുക്കുമ്പോൾ അത്രയും സ്ഥലം പാലും തേനും ഒഴുകുന്നതാ. മിച്ചമുള്ളത് മരുഭൂമിയായി കിടക്കുകയാ. അങ്ങുമിങ്ങും മരിപ്പച്ചകളുള്ളത് സത്യമാണ്. 1917 ഡിസംബർ മാസം 11 ജനറൽ എഡ്മണ്ട് അല്ലൻബി ആ സ്ഥലത്തേക്ക് കയറുകയും ആ സ്ഥലം പിടിക്കുകയും ചെയ്തു. ആ യെരുശലേമിൻ്റെ വാതിലിൻ്റെ മുമ്പിൽ തോക്കുമായി ആളുകൾ നിൽക്കുന്ന പടം കഴിഞ്ഞ ആഴ്ചയിൽ ഞാൻ കാണിച്ചു. ആ സ്ഥലത്തേക്ക് അവർ കയറി. അവരൊരു പാട്ടോടുകൂടെയാണ് അവിടേക്ക് കയറുന്നത്. 121-ാമത്തെ സങ്കീർത്തനം ആരോഹണ സങ്കീർത്തനങ്ങളിൽ ഒന്നാണ്. അത് പാടിക്കൊണ്ട് നഗ്നപാതരായിട്ടാണ് അവർ കയറിയത്. അവർ ചെരുപ്പ് ഉപയോഗിക്കാൻ അനുവദിച്ചില്ല. അല്ലൻബായി എന്നൊക്കെ പറയുന്നതൊന്നും നിസ്സാരമല്ല കേട്ടോ. ബ്രിട്ടന്റെ സർവ്വ സൈന്യാധിപനാണ്. ഇവിടെ ഇരിക്കുന്ന ഒരിക്കൽ നമ്മുടെ ഗംഗാനഗർ ചർച്ചിൽ ഒരു വിവാഹം നടക്കുമ്പോൾ ഒരു പുള്ളിക്കാരൻ അവിടെ വന്നു. ഷൂസും ഒക്കെ ഇട്ടിട്ടുണ്ട്. വലിയ വിലയുള്ള ഷൂസൊന്നും അല്ലെങ്കിൽ ഒരു ആവറേജ് നല്ല ഷൂസാണ്. അതും ഇട്ടുണ്ട്. പുള്ളിക്കാരൻ വന്നിട്ട് സോക്സും നല്ലതാണ്. അവിടെ വന്നപ്പോൾ ആരോ അദ്ദേഹത്തോട് പറഞ്ഞു, ഇതിവിടെ വിവാഹം നടക്കുന്നതാ, ഒരു ആരാധന സ്ഥലത്ത് വെച്ചാണ് വിവാഹം നടക്കുന്നത്, അതുകൊണ്ട് ദയവായിട്ട് ഇവിടെ ഷൂസ് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞു. അല്ല പറഞ്ഞു, പെന്തക്കോസുകാരൻ്റെ ആരാധനയ്ക്ക് സ്ഥലത്ത് ആരടാ ഷൂസ് ഊരുന്നതെന്ന് ചോദിച്ചു. 1-2 പേര് പറഞ്ഞു ഒരു തള്ളു വെച്ച് കൊടുക്കാൻ പിടിച്ച്. നമ്മുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നവർ പറഞ്ഞു, മിണ്ടണ്ട, വട്ടന അതുകൊണ്ട് അങ്ങനെ പറഞ്ഞത്. അവനെ തള്ളി അവൻ തിരിച്ചു തള്ളും, ആകെ ബുദ്ധിമുട്ടായി തീരും. ഈ പുള്ളിക്ക് അയാൾ പോയി കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ തൂക്കാം. ഓക്കെ, എന്തുകൊണ്ടോ വിശുദ്ധ സ്ഥലങ്ങളിൽ ചെരിപ്പൊഴിവാക്കുന്നത് വേദപുസ്തകത്തിൻ്റെ ഒരു മാതൃകയാണ്. ഇന്നങ്ങനെ ഒരു മാതൃക ഇല്ലെന്ന് പറയുന്നവരുണ്ട്. തനിക്കില്ലായിരിക്കുമോ, എനിക്കതിനകത്ത് ഒരു വിരോധവുമില്ല, പക്ഷെ ഞാൻ ആ മാതൃക സൂക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് മാത്രം. മോശയോട് ദൈവം പറഞ്ഞ് നിൽക്കുന്നത് വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരിപ്പൂരിക്കളക. തൻ്റെ യോശുവയോട് ദൈവം പറഞ്ഞു, നീ നിൽക്കുന്നത് വിശുദ്ധ ഭൂമിയാകയാൽ കാലിൽ നിന്ന് ചെരിപ്പൂരിക്കളക. ഇതുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ലാത്തവനാണ് ബ്രിട്ടീഷ് സൈന്യാധിപനായിരുന്ന അല്ലൻബായി. അദ്ദേഹം തൻ്റെ സൈന്യങ്ങളുമായി വന്നത് കുതിരപ്പട തന്നെ 25,000 25,000 കുതിരപ്പടയും അതിനോട് ചേർന്ന വാഹന വ്യൂഹവും മറ്റുമായി യെരുശലേമിൻ്റെ കവാടത്തിങ്കൽ വരെ വന്ന ആ മനുഷ്യൻ കാലിൽ നിന്ന് ചെരിപ്പഴിച്ചു, തറയിലേക്ക് മുട്ടുകുത്തി, ഒന്ന് പ്രാർത്ഥിച്ച്, എൻ്റെ പിതാക്കന്മാരുടെ പട്ടണമായ, അദ്ദേഹം യഹൂദനായിരുന്നെന്ന് മറക്കരുത്, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള പട്ടണമായ യെരുശലേം നഗരത്തെ തിരികെ പിടിക്കുവാൻ ദൈവമേ ഈ 7 കൃപ തന്നെങ്കിൽ അതിനുള്ള കൃപയും അതിനുള്ള ബലവും കൂടെ തരണമേ. കാലിൽ മുള്ളു കൊള്ളരുത്, കല്ല് കൊള്ളരുത്. ഞാൻ ഒറ്റയ്ക്കല്ല, എൻ്റെ കൂടെ ഒരു സമൂഹമുണ്ട്. നമ്മുടെ ഈ ചർച്ചിൽ ഒരു വലിയ ബറ്റാലിയൻ്റെ കമാൻഡർ ഉണ്ടായിരുന്നു. ബറ്റാലിയൻ അല്ല, ഒരു വലിയ സ്റ്റേഷൻ്റെ കമാൻഡർ ഉണ്ടായിരുന്നു. ഞാൻ പേരൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. അങ്കിൾ ഇന്നും ജീവനോടുണ്ട്. ഒരു വലിയ സ്റ്റേഷൻ്റെ കമാൻഡിങ് ഓഫീസറായിരുന്നു. വല്ലപ്പോഴും ഒരിക്കൽ എൻ്റെ അടുക്ക വന്നേച്ച് പറയും, പാസ്റ്ററെ ഒന്ന് പ്രാർത്ഥിക്കണേ. എന്താ സാറേ? എൻ്റെ ട്രൂപ്പിന് വേണ്ടിയും എനിക്ക് വേണ്ടിയും എൻ്റെ ട്രൂപ്പിനെ ദൈവം സൂക്ഷിക്കണം, അവർക്കാർക്കും അംഗഭംഗം ഉണ്ടാകാതെ, അവർക്കാർക്കും അപകടമുണ്ടാകാതെ എന്നും യുദ്ധരംഗത്ത് നിൽക്കുന്നവരാ. എൻ്റെ ട്രൂപ്പിനും എനിക്കും വേണ്ടി പ്രാർത്ഥിക്കണം. അല്ലൻബായി തനിക്കും എൻ്റെ ട്രൂപ്പിനും വേണ്ടി പ്രാർത്ഥിച്ച കർത്താവേ, 25,000 പേർ കുതിരപ്പുറത്ത് യാത്ര ചെയ്യേണ്ട കുതിരപ്പട്ടാളക്കാരാ. 25,000 പേരുടെ കുതിരകൾ അവരുടെ കൂടെ ഉണ്ടെങ്കിലും ഒരുത്തം പോലും കുതിരപ്പുറത്ത് കയറാതെ തറയിലിറങ്ങി നടന്നു കയറാൻ ഞാൻ അവരോട് പറയാൻ പോകുകയാണ്. കാര്യം, എൻ്റെ പിതാക്കന്മാരുടെ കല്ലറകളുള്ള ദൈവം ഞങ്ങൾക്ക് തരുന്നതായ വിശുദ്ധ പട്ടണം അങ്ങയുടെ ട്രിഗർ ഔട്ടായി വെടിയുടെ നാദം ഞങ്ങൾ കേട്ടു. അതുകൊണ്ട് ഞങ്ങൾ പിടിച്ചെടുക്കാൻ പോകുകയാണ്. അവർ യെരുശലേമിൻ്റെ അകത്തേക്ക് യോപ്പ ഗേറ്റിനകത്തൂടെ 121-ാം സങ്കീർത്തനം പാടിക്കൊണ്ട് നഗ്നപാതരായി നടന്നു കയറുമ്പോൾ, സോക്സ് ഉണ്ടായിരിക്കാം, നഗ്നപാതരായി നടന്നു കയറുമ്പോൾ യെരുശലേമിനെ അന്ന് അകത്തെ ഓട്ടോമാൻ ഹെഡ്ക്വാർട്ടേഴ്സിൽ നിന്ന് തേണ്ട ഒരു വെളുത്ത കൊടി ഉയർത്തി കാണിച്ചു. എന്ന് പറഞ്ഞാൽ വെടിവെക്കരുതേ, ഞങ്ങൾ കീഴടങ്ങിയിരിക്കുന്നു. വെടിവെക്കരുതേ, ഞങ്ങൾ കീഴടങ്ങിയിരിക്കുന്നു. അതെ, തിരുവചനത്തിൻ്റെ പ്രവചനം അതായിരുന്നു. വില കൂടാതെ നിങ്ങളെ വിറ്റ് കളഞ്ഞു, വില വാങ്ങാതെ നിങ്ങളെ വിറ്റ് കളഞ്ഞു, വില കൂടാതെ നിങ്ങളെ വീണ്ടുകൊള്ളും. ഒരമ്പ് അവിടെ എയ്യുകയില്ല, ഒരസ്ഥി അവിടെ ഒഴിയുകയില്ല, വേറൊരു ഭാഷയിൽ ഒരു തുള്ളി രക്തം ചൊരിയുകയില്ല. എൻ്റെ ജനത്തിന് വേണ്ടി ഞാൻ ഫ്രീ ആയി തിരികെ തരികയാണ്. ഞാൻ അബ്രഹാമിനോട് വാക്ക് പറഞ്ഞതാ. ജനം ചേർന്ന്, യഹൂദ പ്രമാണികൾ ചേർന്നുകൊണ്ട് അതിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് എത്തിച്ചേർന്നു. ഓട്ടോമാൻ ഗവൺമെൻറ് കീഴടങ്ങി മാറി. 121-ാം സങ്കീർത്തനം പാടിക്കൊണ്ടിവർ അകത്ത് കയറി. 1967 ജൂൺ മാസം 5-ാം തീയതി 10-ാം തീയതി വരെയുള്ള 6 ദിവസത്തെ യുദ്ധത്തിൽ അവർ പിന്നെയും പിടിക്കേണ്ട ഭാഗങ്ങൾ പിടിച്ചെടുത്തു.
ഇസ്രായേൽ ഒരു സ്വതന്ത്ര രാജ്യമായി ചിത്രീകരിച്ച് ചില മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ വട്ടത്തിലുണ്ടായിരുന്ന മുസ്ലിം രാജ്യങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട്, ഇസ്ലാമിക് കൺട്രികൾ ഒരുമിച്ച് ചേർന്നുകൊണ്ട് അവർ വിളിച്ചു പറഞ്ഞു, മണിക്കൂറുകൾക്കകം 48 hours 48 മണിക്കൂറിനകം ഇസ്രായേലിനെ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റിയിരിക്കും. അതിനുവേണ്ടി ഞങ്ങൾ വരികയാണ്. ഒന്നും സംഭവിച്ചില്ല. 6 ദിവസത്തെ യുദ്ധം നടന്നു. ഒടുവിൽ ജാതികൾ കീഴടങ്ങി. ദൈവം തന്റെ ജനത്തെ ജയത്തിലേക്ക് നടത്തി. ഇത് കണ്ട ജനറേഷനെ കുറിച്ചാണ് നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞത്. എല്ലാം കാണാതെ പോവുകയില്ല എന്നതായി നിൽക്കുന്നത്. അതാണ് ഈ നിൽക്കുന്നത്. ഇത് കണ്ട ജനറേഷൻ, ഇത് കണ്ട തലമുറ എല്ലാം കാണാതെ പോകത്തില്ല. അതെ, അത്തി ഫലം കഴിക്കാൻ തുടങ്ങി. ബ്രിട്ടൻ, ജർമ്മനി പൊളിറ്റിക്കൽ ചേഞ്ചസ് അന്ന് നടന്നത് എന്താണ്? ഇസ്രയേലിൽ ഇത് നടക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ ട്രിഗർ വലിച്ചു കഴിയുമ്പോൾ, കാഞ്ചു വലിച്ചു കഴിയുമ്പോൾ ഇസ്രയേലിൽ മാത്രമല്ല ചേഞ്ച്, ലോകരാജ്യങ്ങളിൽ ചേഞ്ച് നടക്കും. ബ്രിട്ടൻ, അതിൻ്റെ കോളനികൾ, ബ്രിട്ടൻ്റെ കോളനിയായിരുന്നു നമ്മൾ, ബ്രിട്ടീഷ് കോളനിയായിരുന്നു ഇന്ത്യ. ജർമ്മനി, അതിൻ്റെ കോളനികൾ, ജർമ്മൻ ലാംഗ്വേജിൽ ഇന്ന് നമുക്കൊരു സർവീസ് ഉണ്ട്. അത് ആഫ്രിക്കക്കാരാണ് അധികം പേരും പങ്കെടുക്കുന്നത്. എന്താ കാര്യമെന്നറിയാമോ? ജർമ്മനിയുടെ കോളനികൾ ആഫ്രിക്കയിൽ പലയിടങ്ങളിലായി. ജർമ്മനിയും ബ്രിട്ടനും അതിൻ്റെ കോളനികളും എല്ലാം തീർന്നു. സ്പെയിൻ ഇല്ലാതെയായി, അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പ് മാറി. ഭൂഗോളത്തിൻ്റെ മാപ്പ് മായ്ച്ചേച്ച് റീഡ്രോ ചെയ്യേണ്ടതായി വന്നു. സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന് അറിഞ്ഞിരുന്ന ബ്രിട്ടനെ കുറിച്ച് മാത്രമേ നമ്മൾ ചിന്തിക്കാറുള്ളൂ. അത് ഇട്ട വട്ടമായി മാറി. രാജ്യങ്ങൾ ഒന്നിനൊന്ന് സ്വതന്ത്രമാകാൻ തുടങ്ങി, ഒന്നിനൊന്ന് സ്വതന്ത്രമാകാൻ തുടങ്ങി. ലോകചരിത്രത്തിൽ റിഫ്ലക്റ്റ് ചെയ്തു. ഞാൻ സ്പെയിനിനെ കുറിച്ച് അത് എടുത്തു പറയാൻ താല്പര്യപ്പെടുന്നു. ഉണർവുകാർ, അന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ പ്രൊട്ടസ്റ്റന്റ് സഭാവിഭാഗങ്ങൾ, ഇന്നത്തെ ഉണർവല്ല അന്നത്തെ ഉണർവ്, അന്ന് വളരെ ചെറുതാണ്. പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാർ ഇംഗ്ലണ്ടിൽ വർദ്ധിക്കാൻ തുടങ്ങി, യൂറോപ്പിൽ വർദ്ധിക്കാൻ തുടങ്ങി, ഇസ്രയേൽ യൂറോപ്പിൽ വർദ്ധിക്കാൻ തുടങ്ങി. ഈ സമയത്താണ് സ്പെയിൻ ഒരു കൽപ്പന പുറപ്പെടുവിക്കുന്നത്. ഇത്ര ദിവസക്കകം കംപ്ലീറ്റ് പ്രൊട്ടസ്റ്റന്റുകാരും കംപ്ലീറ്റ് യഹൂദനും ദേശം വിട്ടുപോയേ മതിയാകൂ, ഇല്ലെങ്കിൽ ചോപ്പ് ചെയ്ത് കളയും, വെട്ടിക്കളയും. ഇന്ന് നമ്മുടെ മണിപ്പൂരിൽ വെട്ടിയതുപോലെ വെട്ടിക്കളയും, ഒരെണ്ണത്തെ വിടത്തില്ല. അന്നാണ് ദൈവം അമേരിക്ക കണ്ടുപിടിക്കുവാൻ കൊളംബസിന് കൃപ ചെയ്തത്. ആ കണ്ടുപിടിക്കപ്പെട്ട അമേരിക്കയിലേക്ക് പിൽഗ്രിം ഫാദേഴ്സ് എന്ന പേരിൽ ഈ പ്രിയപ്പെട്ടവരാണ് കുടിയേറി പാർത്തത്. ഇന്നുവരെ ലോകത്തിൽ ഒതുക്കാൻ കഴിയാത്ത ശക്തിയായി ദൈവം വളർത്തിയതും അവരെയാ. ഒരൊറ്റ ട്രിഗറിങ് രാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. മുന്നോട്ട് മാറട്ടെ. 1970 ക്രൈസ്തവ മണ്ഡലത്തിൽ ഒരു ഉണർവ് നടന്നു. ജീസസ് മൂവ്മെൻ്റ് എന്നറിയപ്പെടുന്ന ഒരു മൂവ്മെൻ്റ് രംഗത്ത് വന്നു. ഹോളിനെസ് മൂവ്മെൻ്റ് എന്നറിയപ്പെടുന്ന ഒരു മൂവ്മെൻ്റ് പുറത്തു വന്നു. പ്രാർത്ഥിക്കുമ്പോൾ സ്ത്രീകൾ തലമൂടണമെന്നുള്ളത് പൊതുപ്രമാണമായിരുന്നെങ്കിലും വിശുദ്ധി സൂക്ഷിക്കുന്നവർ മാത്രമേ അത് അനുസരിച്ചിരുന്നുള്ളൂ. അതുപോലെ വിശുദ്ധി സൂക്ഷിക്കണം, അനുസരിക്കണം എന്നവർ പഠിച്ചിരുന്നു. അന്ന് ഹോളിനെസ് മൂവ്മെൻറ്റുകാർ പഠിപ്പിച്ചു. മദ്യപാനം ദൈവസന്നിധിയിൽ വിരുദ്ധമാണെന്നും അത് പാടില്ലെന്നും പഠിപ്പിച്ചിരുന്നവർ പഴഞ്ചന്മാരാണ്, മണ്ടന്മാരാണ് എന്ന് യൂറോപ്പ് മുഴുവനും പറഞ്ഞ സാഹചര്യത്തിൽ അങ്ങനെയല്ല, മദ്യപിക്കുന്നവരെ ഞങ്ങൾക്ക് വേണ്ട എന്ന് പരസ്യമായി വിളിച്ചു പറയുവാൻ ഒരു കൂട്ടം ആളുകളെ ദൈവമൊരുക്കി. അവർ തിരുവചനത്തിൻ്റെ മര്യാദകളിലേക്ക് വന്നു. വേറൊരു ഭാഷയിൽ ഇന്നത്തെ കരിസ്മറ്റിക് മൂവ്മെന്റ് റീസ്റ്റാർട്ട് ചെയ്യുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവിൻ്റെ കൃപാവരങ്ങൾ ലോകത്തിലേക്ക് വർണ്ണിക്കുവാൻ തുടങ്ങി. ഒരൊറ്റ ട്രിഗർ. 1, ഇസ്രയേൽ തിരിച്ചറിഞ്ഞു. 2, ലോകരാജ്യങ്ങൾ തിരിച്ചറിഞ്ഞു. 3, ക്രൈസ്തവ മണ്ഡലം തിരിച്ചറിഞ്ഞു. 1973 ഒക്ടോബർ മാസം 6-ാം തീയതി ഒരു യോങ്കിപ്പൂർ വാർ നടന്നു. ഏറെക്കുറെ അതിന് സമാനമായ ഒന്നാണ് 50 വർഷം കഴിഞ്ഞ് ഇപ്പോൾ നടന്നത്. ദ മിലിറ്ററി ചീഫ് പ്ലാൻസ് ടു റിസൈൻ ആൻഡ് ഹിസ് ബട്ട്ലർ സ്ട്രെങ്തൻ ഹിം. ഞാൻ കഴിഞ്ഞ ആഴ്ചയോടെ വിശദീകരിച്ചു. റിസൈൻ ചെയ്യാൻ പോയ മിലിറ്ററി ചീഫിനോട് അദ്ദേഹത്തിൻ്റെ ബട്ട്ലറാണ് പറഞ്ഞത്, സാറേ ഗിദെയോൻ 5 കല്ലുകൊണ്ട്, ദാവീദ് 5 കല്ലുകൊണ്ട് ഗോലിയാത്തിനെ എറിഞ്ഞു വീഴ്ച മണ്ണായത്. സാറ് റിസൈൻ ചെയ്യരുത്, ജയത്തിന് കുതിര വ്യർത്ഥമാണ്. മനുഷ്യൻ്റെ പുരുഷ ഊരുക്കളിൽ പ്രസാദിക്കാത്ത ദൈവം ഇറങ്ങി പ്രവർത്തിക്കുവാൻ ഞാനും നിങ്ങളും ഒരു ഉപകരണമാണ്, മറക്കരുത്. തൃക്കരങ്ങളിലേക്ക് ഉപകരണം വിട്ടുകൊടുത്താൽ ദൈവത്തിന് വലിയത് ചെയ്യുവാൻ കഴിയും. ശക്തിയേറിയ പ്ലെയിനുകളും മഹാസമൂഹങ്ങളുമുള്ള
അനേക രാജ്യങ്ങളോട് അതിനേക്കാൾ ബലം കുറഞ്ഞ പ്ലെയിനുകളും എണ്ണത്തിൽ കുറവുള്ളതുമായി. ഞാൻ ഒരു ഉദാഹരണം ഇങ്ങോട്ട് പറയാം. 6 ദിവസത്തെ യുദ്ധത്തിൽ 400 ടാങ്കുകളാണ് അറബ്സ് ഇങ്ങോട്ട് ഇറക്കി വിട്ടത്. 400 ടാങ്കുകൾ ഇങ്ങോട്ട് ഇറക്കി വിട്ടു. അന്നത്തെ ഇസ്രയേലിൻ്റെ ആകെ ജനസംഖ്യയുടെ, ഇസ്രയേലിൽ 10 പേരാണ് ഉള്ളതെങ്കിൽ പോട്ടെ, ആകെ ജനസംഖ്യയുടെ 110 ഇരട്ടിയായിരുന്നു നാസറുടെ ആർമി. 11 ഇരട്ടി, ക്ഷമിക്കണേ. ഇസ്രയേലിൻ്റെ ആകെ ജനസംഖ്യയുടെ, പട്ടാളക്കാരല്ല, ആകെ ജനസംഖ്യയുടെ 11 ഇരട്ടിയായിരുന്നു നാസറിൻ്റെ പട്ടാളം. ആ മഹാസമൂഹം ഇങ്ങോട്ട് ഇറങ്ങി നിന്നു. 6 ടാങ്കുകൾ മാത്രമുണ്ടായിരുന്ന ഇസ്രയേലിൻ്റെ 6 ടാങ്കുകൾക്ക് നേരെ 400 ടാങ്കുകൾ ഇങ്ങോട്ട് ഇറങ്ങി നിന്നു. 4 വിമാനങ്ങൾ മാത്രമുണ്ടായിരുന്ന ഇസ്രയേലിൻ്റെ 4 പോർ വിമാനങ്ങൾക്കെതിരെ ഇറങ്ങി നിൽക്കുന്നു അടുത്ത ഒരു സൈന്യം. 187 പ്ലെയിനുകൾ. ഇത്രയും പേര് കൂടി യുദ്ധം ചെയ്തു. ഈ 48 മണിക്കൂറിനകം ഇസ്രയേലിനെ മാപ്പിൽ നിന്ന് മായിച്ചു കളയുമെന്ന് പറഞ്ഞ നാസർ 48 മണിക്കൂർ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഐ റിസൈൻ, എന്നെ കൊണ്ടൊന്നും ഒക്കത്തില്ല, അവർ ജയിച്ചിരിക്കുന്നു. കാര്യം അവരൊരു ഉപകരണമാ തൃക്കരങ്ങളിലെ. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, ഈ പട്ടണത്തെ ഉണർത്തിയെടുക്കുവാൻ ദൈവം കൊതിക്കുന്ന ഉപകരണങ്ങളെ ദൈവത്തിൻ്റെ പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. ചില ആഴ്ചകളായി പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ തരുന്ന മഹാപ്രേരണയാണിത്. ലെറ്റ് മൈ പ്രോഫറ്റ്സ് അറൈസ്. ദൈവം അവർക്ക് വിജയം കൊടുത്തു. ഇതോടുകൂടെ ക്രിസ്ത്യ മണ്ഡലത്തിൽ ഒരു ഉണർവ് നടന്നു. 1973 TBN ട്രിനിറ്റി ബ്രോഡ്കാസ്റ്റിംഗ് നെറ്റ്വർക്ക് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? TBN ഉദ്ഘാടനം ചെയ്തു. ഇന്ന് ഞാൻ ഈ പറയുന്ന മെസ്സേജ് എൻ്റെ അറിവോളം ബ്രദർ ബിബി ഹാർവസ്റ്റ് ടെലിവിഷൻ നമുക്ക് തന്നിരിക്കുന്ന റിപ്പോർട്ട് അനുസരിച്ച് 55 ലക്ഷം ആളുകൾ കേട്ടുകൊണ്ടിരിക്കുക. ഈ സമയത്ത് ഞാൻ ഈ വിളിച്ചു പറയുന്നത്, ബഥേൽ ഇവിടെ ആരാധിക്കുന്നത് 55 ലക്ഷം 5.5 മില്യൺ ആളുകൾ ഹാർവസ്റ്റ് ടെലിവിഷനിലൂടെ കാണുന്നുവെന്നാണ് അവർ നമുക്ക് തരുന്ന റിപ്പോർട്ട്. ഒരു 10,000 പേരുകൾ, ചില ആയിരങ്ങളിലെങ്കിലും യൂട്യൂബിലൂടെ കാണുന്നുണ്ട്. ഇവിടുത്തെ പഴയ മെസ്സേജസ് വീണ്ടും എടുത്ത് റീബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. ആരെ ചെയ്യുന്നൊന്നും എനിക്കറിയത്തില്ല. ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ. എന്തൊക്കെയോ നടക്കുന്നുണ്ട്. ലക്ഷങ്ങൾ ഇതിനകത്തൂടെ മാനസാന്തരപ്പെടുന്നുണ്ട്. ഞാൻ പറഞ്ഞു, ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവർ ആത്മാർത്ഥതയുടെ നടുവിൽ ഈ മെസ്സേജുകളുടെ മുമ്പിൽ സമർപ്പിക്കപ്പെടാറുണ്ട്. അനേകരെന്നെ കാണാൻ വേണ്ടി പല രാജ്യങ്ങളിലും എൻ്റെ വീട്ടിൽ വരെ വരാറുണ്ട്. പാസ്റ്ററെ, ഞാൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലെങ്കിലും ആ മെസ്സേജ് കേട്ടാണ് രക്ഷിക്കപ്പെട്ടത്, ആ മെസ്സേജ് കേട്ടാണ് സ്നാനപ്പെട്ടത്. ചുമ്മാതല്ല മീഡിയക്കാരന് കുശുമ്പിളകുന്നത്, ചുമ്മാതല്ല മീഡിയക്കാരൻ വിഴക്കൊണ്ടാക്കാൻ വരുന്നത്. കാര്യം അവൻ്റെ യജമാനൻ പറയുന്നുണ്ട്, എവിടെയും ഒതുക്കടാ, ഇല്ലേ എൻ്റെ ആള് മുഴുവനും പോകുക, അതിൻ്റെ പുറകെ പലതും വരും. എന്നാൽ ഇന്ന് വരെ ജയത്തിൻ്റെ ഉത്സവത്തോടെ നടത്തിയ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയാണ്. ടെലിവിഷൻ അന്ന് ഉദ്ഘാടിതമായി ക്രിസ്ത്യൻ മണ്ഡലത്തിന് ഒരു ഭയങ്കര ഉത്തേജനമായിരുന്നു. ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ, ഈ മാസം തന്നെ ചില പ്രവാചകന്മാർ എഴുന്നേൽക്കട്ടെ. ശ്വാസമേ, നീ 4 കാറ്റുകളിൽ നിന്ന് ഈ നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുക എന്ന് പറയുന്ന ദീർഘകാല പ്രസക്തിയുള്ള സ്തോത്രം. പിശാചേ, നിനക്ക് ലക്ഷോപിലക്ഷം വർഷങ്ങളുടെ ചരിത്രം പറയാനുണ്ട്. ഞങ്ങൾ പ്രതിനിധീകരിക്കുന്ന യേശു അതിന് മുന്നമേ ഉള്ളവനാണ്. ഇന്ന് പകലെ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുകൊണ്ട് ചിലതെല്ലാം വിളിച്ചു പറയുന്ന പ്രവാചകന്മാർ, മുൻപിലായിരിക്കുന്ന ഭൂമിയെ ചവിട്ടിപ്പിടിക്കുന്ന പ്രയർ വോക്കുകാർ ദേശത്ത് എഴുന്നേൽക്കട്ടെ. വിരൽ ചൂണ്ടി ജീവിതങ്ങളെ കമഴ്ത്തുന്ന ഒരു കൂട്ടം ആത്മശക്തന്മാർ ദേശത്ത് എഴുന്നേൽക്കട്ടെ. ദൈവം ചിലതെല്ലാം ചെയ്യട്ടെ. ലെറ്റ് ദ പ്രോഫറ്റ്സ് അറൈസ്. ദൈവം എന്നെ ഏൽപ്പിച്ച ഒരു പദം എനിക്ക് ഇതിനേക്കാൾ കൂടുതൽ എക്സ്പ്രസ് ചെയ്യാൻ അറിയാൻ വയ്യ, അതുകൊണ്ട് ഇങ്ങനെ ഇട്ടതാണ്. ഹേയ്, ഡ്രൈ ബോൺസ് ആർ റെസ്പോണ്ടിങ്. മനസ്സിലാകുന്നുണ്ടോ? ഡ്രൈ ബോൺസ് ആർ റെസ്പോണ്ടിങ്. രണ്ട് ആ കൂട്ടത്തിനിടയിൽ നിന്ന് അങ്ങും ഇഞ്ഞും ചിലത് എഴുന്നേക്കുന്നു. പലതും ശവക്കോട്ടകളിൽ നിറഞ്ഞു കിടക്കുന്ന ശവങ്ങളായിരിക്കെ ചുരുക്കം ചിലത് തണ്ട് എഴുന്നേറ്റ് വരുന്നതിന് ഇടയ്ക്ക് ഒന്ന് പീപ്പിൾ ആർ റെസ്പോണ്ടിങ്, ബോൺസ് ആർ റെസ്പോണ്ടിങ്. നിങ്ങളുടെയും എൻ്റെയും ശബ്ദത്തിന് വിലയുണ്ട്, അതുകൊണ്ടാണ് മുടങ്ങാതെ സ്നാനം നടക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ശബ്ദത്തിന് വിലയുണ്ട്, അതുകൊണ്ടാണ് അനേക രാജ്യങ്ങളിൽ അനേക സഭകൾ വളരുന്നത്. ഞാൻ കർത്താവിനെ നന്ദിയോടെ വാഴ്ത്തുന്നു. പ്രവാചക, ഇവിടം കൊണ്ടായില്ല,
ഈ മനുഷ്യ ഷെയ്പ്പുള്ള ജനമുണ്ടല്ലോ, ഇവരുടെ മേലൊരു ശ്വാസം വരേണം. ഇന്ന് പകൽക്കാലം ആത്മീയ ഷെയ്പ്പുള്ളവർ, പെന്തക്കോസ്തിന്റെ പേരുള്ളവർ ദേശത്ത് ധാരാളം ഉണ്ടെങ്കിലും അവരുടെ നടുവിൽ ഒരു ആത്മാവിന്റെ കാറ്റടിപ്പിക്കുവാൻ പ്രവചിക്കുന്ന പ്രവാചകന്മാരെ ദൈവം എന്നെയും നിങ്ങളെയും ഉപയോഗിക്കട്ടെ. നിർത്താതെ പ്രവചിക്കൂ. അവൻ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്ഥിയോട് വന്നു ചേർന്നു. അവൻ എന്നോട് പറഞ്ഞതുപോലെ ഞാൻ പ്രവചിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്വാസം കാറ്റുകളിൽ നിന്ന് വന്നു. വേറൊരു ഭാഷയിൽ അസ്ഥിയോട് വന്നു ചേരുന്നത് വരെ ഞാൻ പ്രവചിച്ചുകൊണ്ടിരുന്നു. ശ്വാസം 4 കാറ്റുകളിൽ നിന്ന് നിഹിതന്മാർ ജീവിക്കേണ്ടതിന് അവരുടെ മേൽ ഊതുന്നത് വരെ ഞാൻ പ്രവചിച്ചു കൊണ്ടിരുന്നു. മടുപ്പില്ലാതെ പോകുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകട്ടെ. ഞാൻ ഇപ്പോൾ അങ്ങോട്ട് പോകുന്നില്ല. 2023 ഒക്ടോബർ മാസം 7-ാം തീയതി ഹമാസ് തന്റെ ഇസ്രയേലിനെതിരെ റോക്കറ്റുകൾ അയക്കാൻ തുടങ്ങിയെന്നാണ് ന്യൂസ് പറഞ്ഞത്. എഫെസ്യർ 6:16 ശത്രുവിൻ്റെ തീയമ്പുകളെ കുറിച്ചൊരു പദം കിടപ്പുണ്ട്. ഞാനിതിനെ താരതമ്യം ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. ശത്രു അയക്കുന്ന തീയമ്പ് ഹമാസിൻ്റെ തീയമ്പാണെന്നല്ല ഞാൻ പറഞ്ഞത്. നോട്ട് അറ്റ് ഓൾ അല്ല. ഹമാസ് എങ്ങനെ വിജയിച്ചു ഞാൻ പറയാം. അവരയച്ച ഒരു റോക്കറ്റിൻ്റെ ആവറേജ് വില കണക്ക് കൂട്ടിയാൽ $200 അടുത്ത് വരും, അത്രേ ഉള്ളൂ. കാര്യം അവർക്ക് ഉന്നമില്ല. ഈ എഫെസ്യർ 6:16 ശത്രു അയക്കുന്ന തീയമ്പുകൾ എന്ന് പറയാറുണ്ട്. തീയമ്പെന്ന് പറഞ്ഞാൽ എന്തുവാ? ഇതിനു മുമ്പ് ഞാനിവിടെ വിശദീകരിച്ചിട്ടുണ്ട്. ഞാൻ കേട്ടിട്ടുള്ളത്, ഞാൻ അയച്ചിട്ടില്ല, കണ്ടിട്ടുമില്ല, കേട്ടിട്ടേ ഉള്ളൂ. നിങ്ങളാരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു വിശദീകരണം തരണേ. കണ്ടവരാരും നമ്മുടെ ഇടയിലില്ല. ഞാൻ കേട്ടിട്ടുള്ളത് ഇങ്ങനെയാണ്: ഒരമ്പ എടുത്ത് അതിൻ്റെ മധ്യഭാഗത്തോ പിൻഭാഗത്തോ ആയിട്ട് കുറച്ച് തുണി ചുറ്റും. ആ തുണിയിൽ കുറച്ച് എണ്ണ ഒഴിച്ച് തീ കത്തിക്കും. എന്നിട്ട് കത്തി നിൽക്കുന്ന അമ്പ് ശത്രുവിൻ്റെ പാളയത്തിലേക്ക് എയ്തു വിടും. ഇന്നാർക്ക് കൊള്ളണമെന്നുമില്ല, ഇന്ന കൂടാരത്തിൽ വീഴണമെന്നുമില്ല. എവിടെയും ശത്രുപാളയത്തിൽ ചെന്ന് വീണാൽ മതി. അതിന് ഉന്നമേ വേണ്ട. ഹമാസ് അയച്ച റോക്കറ്റുകൾ അതാ, തീയമ്പുകളാണ്. ഞാൻ ആത്മലോകത്തിൽ അതിനെക്കുറിച്ച് ഒന്ന് തൊടാം. അതിനു മുമ്പേ അതിൻ്റെ മറുപടിയും കൂടെ പറയട്ടെ. ഈ ലക്ഷ്യമില്ലാതെ വരുന്ന ഈ റോക്കറ്റുകൾ തടയേണ്ടതിന് ലക്ഷ്യമില്ലാതെ അയക്കുന്ന ഒരു റോക്കറ്റ് കൊണ്ട് ഒക്കത്തില്ലെന്നറിയാവൂ. ഇസ്രായേൽ അയക്കുന്ന റോക്കറ്റുകൾ കറക്റ്റ് ഈ അമ്പെ ചെന്ന് കൊണ്ടേ പറ്റത്തുള്ളൂ. അതും ഭയങ്കരമാണ്. ഒരമ്പ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു തീയമ്പ് വരുന്ന സമയത്ത്, ഒരു റോക്കറ്റ് വരുന്ന സമയത്ത് എക്സാക്ട്ലി അതിന് വിപരീത ദിശയിൽ 10 മീറ്ററിൻ്റെ ഉള്ളിൽ അകലത്തിൽ പാരലായി വരുമ്പോൾ മാത്രമേ പൊട്ടത്തുള്ളൂ ഇസ്രായേൽ അയക്കുന്നത്. എങ്കിൽ മാത്രമേ ഈ സാധനം പൊട്ടിച്ച് കളയാനൊക്കത്തുള്ളൂ. കണ്ടിടത്ത് പോയി പൊട്ടിയാൽ ഇതിഞ്ഞു പോരും. അന്തരീക്ഷത്തിൽ വെച്ച് തന്നെ ഇതിനെ കളയണമെന്നുണ്ടെങ്കിൽ ഇതിന് വിപരീതമായ ഡിറക്ഷനിൽ ഇതിൽ നിന്ന് 10 മീറ്ററിനുള്ളിലുള്ള അകലത്തിൽ പാരലായി നിൽക്കത്തക്കതുപോലെ, അതും വരുന്ന അമ്പിൻ്റെ താഴെ കൂടെ ചെന്നേ പറ്റുള്ളൂ. മേൽവശം ആ പൊട്ടിത്തെറിക്കേണ്ടത് വന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിന് തക്ക അക്യുറസി ഉള്ളത് അയക്കണം. അതിന് ശരാശരി ഒരെണ്ണത്തിന് $1,00,000 ആകും. ശരാശരി ഒരെണ്ണത്തിന് $1,00,000. അവൻ ഇങ്ങോട്ട് അയക്കുന്ന $400 സാധനമാണ്. ഇതിനെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ $1,00,000 എങ്കിലും, അതിലൊക്കെ മേളിലാണ്, ശരാശരി വരുന്നതിനേക്കാൾ മേളിലാണ് വിലയുള്ള ആയുധം പോയേ മതിയാകും. ഇതുകൊണ്ടാണ് ഇസ്രായേൽ തകർന്നു പോയത്. അത്രയും ആയുധങ്ങൾ കരുതാൻ അവർക്കൊത്തില്ല. ഇപ്പോൾ അവർ വേറെ മെത്തേഡ് കണ്ടുപിടിച്ചിട്ടുണ്ട്. ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. റിക്വയർമെൻറ്റ് വരുമ്പോൾ പുതിയ ആയുധങ്ങൾ കണ്ടുപിടിക്കും. പണ്ട് 21 ദിവസവും 40 ദിവസവും ഒക്കെ ഉപവസിച്ച് കാര്യങ്ങൾ സാധിച്ചിടത്ത് ഇന്ന് ഒറ്റ വാക്കിന് കാര്യം സാധിക്കുന്ന രംഗമായി. ഒരിക്കൽ ഒരാൾ ഉപവസിച്ച ചരിത്രത്തെക്കുറിച്ച് ഞാൻ ചർച്ചയിൽ പറഞ്ഞപ്പോൾ 21 ദിവസം ഒരു സഭ ഉപവസിച്ച ഒരു അപ്പച്ചൻ്റെ കാലിലെ ചൊറി പുറത്തു എന്ന് പറഞ്ഞപ്പോൾ 21 ദിവസത്തെ ഉപവാസത്തിൻ്റെ ബലം പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞതെങ്കിലും സന്തോഷ്, എൻ്റെ ഇളയ മോൻ ഇന്നത്തെ ജോൺസൺ, അന്ന് പറഞ്ഞൊരു പദം എനിക്ക് ഓർമ്മയുണ്ട്. ഡാഡി, അന്ന് 130 കോടിയോളം ആളുകൾ പാർക്കുന്ന ഇന്ത്യയിൽ എത്ര പേരുടെ ചൊറി പൊറിപ്പിക്കാൻ എത്ര കാലം ഉപവസിക്കും? ഇവിടെ 21 ദിവസം ഉപവസിക്കുമ്പോൾ ബെന്നിഹിന് അപ്പുറത്ത് മൈക്കെടുത്ത് ഫൂന്നൊരു ഊത്തൂതുമ്പോൾ 100 കണക്കിന് രോഗികൾ സൗഖ്യമാകുന്നത് കാണാൻ ഡാഡി പറ, ഞാൻ ഏത് മെത്തേഡ് അംഗീകരിക്കണം? ആവശ്യം സൃഷ്ടിയുടെ മാതാവ്. തെരുതര റോക്കറ്റുകൾ 1000കണക്കിന് ഒരുമിച്ച് ഇങ്ങോട്ട് വന്ന് വീഴുമ്പോൾ ഇത്രയും ഇരട്ടി വിലയുള്ള മറു റോക്കറ്റുകൾ കൊണ്ട് അതിനെ തടയുവാൻ എളുപ്പമല്ല. അതുകൊണ്ട് ഇന്നവർ വേറെ മെത്തേഡ് ഉണ്ടാക്കി കഴിഞ്ഞു, ചീപ്പായ മെത്തേഡ്. പക്ഷേ പഴയതിലോട്ട് ഞാനന്ന് പോകുക.
ശത്രുവിൻ്റെ തീയമ്പുകൾ തടയേണ്ടതിന് നമുക്ക് ചെലവ് ഇടേണ്ടി വരും. ഒരുത്തൻ ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുക്കലെന്ന് പറഞ്ഞാൽ ഞാൻ പിന്മാറ്റത്തിൽ പോകുക, പഴയ പള്ളിയിൽ പോകാമെന്ന് പറഞ്ഞാൽ അവനെ തീർന്നു. എവിടെയും തീ പിടിപ്പിക്കണമെന്നേ അവനുള്ള, അവൻ അതിക്കവിഞ്ഞ ആശയില്ല. പക്ഷേ ഇതിനെ ചെറുക്കണമെങ്കിൽ എത്ര സഭായോഗങ്ങളിൽ ഞാൻ മെനക്കെടണമെന്നറിയാമോ? വേറൊരുത്തൻ ഇങ്ങോട്ട് വന്ന് പറഞ്ഞാൽ ഐ എം നോട്ട് കൺവിൻസ്ഡ്. നിങ്ങൾ പറയുന്ന വേർപാടിൽ ഐ എം നോട്ട് കൺവിൻസ്ഡ്, ഐ വിൽ ഗോ ഇൻ മൈ ഓൺ വേ. എൻ്റെ പഴയ വഴി ഞാനങ്ങ് നടക്കും. എൻ്റെ പൊന്നെ, നിന്നെ ഒന്ന് നേരെയാക്കി എടുക്കാൻ ഞാൻ എത്ര സഭായോഗമാണ് കളയേണ്ടത്? ശത്രുവിൻ്റെ തീയമ്പുകൾ നിസ്സാരമാണ്. അത് അവിടെയും ഇവിടെയും കൊണ്ട് തീയിടും. ഇന്ന് പകൽക്കാലം തീയിടുന്നവരായി മാറാതെ നമുക്ക് ദൈവകൃപയിൽ ഒന്ന് ശരണപ്പെടാം. കർത്താവേ, ഉള്ളതെല്ലാം വെറുത്ത് അങ്ങയ്ക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചെങ്കിൽ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ കൃപ തരണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതങ്ങൾ ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവസന്നിധിയിൽ നമുക്ക് സമർപ്പിക്കാം. ശത്രുവിൻ്റെ തീയമ്പുകൾ വരികയായിരുന്നു. ഇന്നത്തെ 2020 സൗദി അറേബ്യ മുതൽ UAE മുതൽ ഒരു ബഹ്റിൻ, മൊറോക്കോ, സുഡാൻ, ഈവൻ സൗദി, ഇങ്ങനെയുള്ള പല രാജ്യങ്ങൾ ചേർന്ന് ഇസ്രയേലുമായി ഒരു സഹൃദ ബന്ധത്തിലായി. അബ്രഹാം അക്കോർഡ് എന്ന് പറഞ്ഞുകൊണ്ട്, എല്ലാ അബ്രഹാമിൻ്റെ മക്കളാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സഹൃദ ബന്ധത്തിലായി. വേദപുസ്തകത്തിൻ്റെ ഭാഷയിൽ പ്രത്യേകിച്ചും 1 തെസ്സലോനിക്കർ 5:3 പറയുന്നത് പോലെ അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയേണ്ടതിന് പീസ് അക്കോർഡുകൾ ഉണ്ടാക്കുമ്പോൾ മറക്കണ്ട, 2020 പീസ് അക്കോർഡൊക്കെ നടന്നത്. 2020 നമ്മൾ അബ്രഹാമിൻ്റെ കൊച്ചുമക്കളാണ്. അതുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് സുഖമായിട്ടങ്ങ് ജീവിക്കണം, ഇതുകൊണ്ട് എല്ലാവർക്കും നന്മയുണ്ടെന്ന് പറഞ്ഞതെങ്കിലും മോനെ 3 കൊല്ലത്തിനകം തുടങ്ങിട പിന്നെയും അവർ സമാധാനമെന്നും നിർഭയമെന്നും പറയുമ്പോൾ പെട്ടെന്ന് ഗർഭിണിക്ക് പ്രസവ വേദന വരുന്നത് പോലെ ഇവർക്ക് പ്രശ്നം വന്നു ഭവിക്കും. ആരെക്കൊണ്ടും തടയുവാൻ ഒക്കുന്നതല്ല. ഇന്ന് ഇസ്രയേലിനോട് എതിർക്കുന്ന ചുരുക്കം രാജ്യങ്ങളെ ഉള്ളൂ പരസ്യമായി. അതിൽ കൂടുതൽ രാജ്യങ്ങളെതിരെ വരുമെന്ന് മറക്കരുത്. ഇസ്രയേലും ഹമാസും തമ്മിലുള്ള അതിർത്തികളൊക്കെ വേർതിരിച്ചു. ഇത്രയും രാജ്യങ്ങൾ ആ ചുമന്ന കളറിൽ ഇടത്തുവശത്ത് ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ ഇസ്രയേലിന് എതിരെ നിൽക്കുമെന്ന് പറഞ്ഞത്. ഇതെല്ലാം ആണെങ്കിലും യുദ്ധം നടക്കുമ്പോൾ സംഗതികൾ മാറും. ദൈവത്തിൻ്റെ അടുത്ത ട്രിഗറായിരുന്നു കഴിഞ്ഞ 7-ാം തീയതി, ഈ മാസം 7-ാം തീയതി നടന്നത്. ഇസ്രയേൽ ഓൺ ഫയർ, world is in pain and panicky. The church should realize, get prepared now. സഭ എഴുന്നേൽക്കേണ്ട സമയമായി. ബൈബിൾ ഈസ് സ്പീക്കിംഗ് അബൌട്ട് ഇറ്റ്. നമ്മൾ യെരുശലേമിനെ കുറിച്ചും ഈ യുദ്ധത്തെക്കുറിച്ചും പറയുവാനുള്ള കാരണം എന്തുവാണ്? ഒന്ന്, ബൈബിൾ ഇത് പറയുന്നു. ഇത് ഞാൻ വേറൊരാളുടെ സന്ദേശം അതുപോലെ കോപ്പി ചെയ്തെടുത്തതാണ്. വേറൊരു വ്യക്തി വളരെ ഗൗരവമായി ഇതിനെക്കുറിച്ചൊരു ദൂത് പറയുന്നത് കേട്ട് അതിനകത്തുനിന്ന് ഒന്ന് ആവർത്തിക്കാൻ കൊള്ളാമെന്ന് എനിക്ക് തോന്നുന്ന ഒരു 5-6 സ്റ്റേറ്റ്മെൻറ്റുകൾ ഞാൻ എടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. എന്തുകൊണ്ട് ഇസ്രയേലിനെക്കുറിച്ചും യുദ്ധത്തെക്കുറിച്ചും ഞാനിവിടെ പറയുന്നു? കാരണം ഒന്ന്, വേദപുസ്തകം അതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു. 2, യെരുശലേം എന്ന നാട്ടിലാണ് എൻ്റെ രക്ഷകനാകുന്ന യേശു ജനിച്ചത്. 3, എൻ്റെ രക്ഷകനാകുന്ന യേശു മരിച്ചതും ഉയർത്തെഴുന്നേറ്റതും അവിടെ തന്നെയാണ്. ഇനിയും എൻ്റെ രക്ഷകനാകുന്ന യേശു മടങ്ങി വരുന്നതും യെരുശലേമിൽ തന്നെയാണ്. അവൻ്റെ കാൽ ഒലിവ് മലയുടെ മേൽ വയ്ക്കുകയും ഒലിവ് മല 2ആയി പിരിയുകയും ഒലിവ് മലയുടെ അടിയിൽ ഒരു വലിയ ഗുഹ ഉണ്ടായി വരികയും, ഗുഹയല്ല ഒരു ഗർത്തം ഉണ്ടായി വരികയും അനേക യഹൂദന്മാർ അതിനകത്ത് ഒളിച്ചിരുന്ന് അന്തിമ യുദ്ധത്തിൽ ഒരു ഒളിപ്പോര് നടത്തുകയും ചെയ്യും. കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചു വന്നപ്പോൾ ഹമാസ് തന്നെ ആവശ്യം പോലെ ഗുഹകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കണ്ടുപിടിക്കുന്ന താമസമേ ഉള്ളായിരുന്നു. ഒലിവുമല പിളരും. ഇതിൻ്റെ കീഴിൽ മുഴുവനും കൊണ്ടുണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഗുഹകൾ. മോനെ, ഇതാടാ 4000 വർഷങ്ങൾക്ക് മുമ്പേ പറഞ്ഞത്. അവൻ തൻ്റെ പാദം ഒലിവുമലയുടെ മീതെ വയ്ക്കും, ഒലിവുമല 2ആയി പിളരും, അതിൻ്റെ അടിയിൽ ഒരു ഗർത്തം തുറന്നു വരും. ആ ഗർത്തത്തിൽ ആളുകൾ വന്ന് അഭയം പ്രാപിച്ച് അവിടെ ഇരുന്നു കൊണ്ട് യുദ്ധം ചെയ്യത്തക്കവണ്ണം, യഹൂദൻ അവിടെ ഇരുന്ന് യുദ്ധം ചെയ്യത്തക്കവണ്ണം ജാതികൾ പണിയേണ്ടതെല്ലാം പണിതു വെച്ച ആ കാര്യത്തെക്കുറിച്ച് നമുക്ക് കാണുവാനായി കഴിയും. ദ ഫ്യൂച്ചർ വേൾഡ് ഹെഡ്ക്വാർട്ടേഴ്സ് യെരുശലേമാണ്. സഹസ്രാബ്ദ യുഗത്തിൽ യേശു രാജ്യഭരണം ചെയ്യുവാൻ ഇറങ്ങി വരുമ്പോൾ പരിഷ്കരിക്കപ്പെട്ട ഭൂവ്യവസ്ഥയിൽ യേശുവിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് യെരുശലേമായിരിക്കും. ഇന്ന് ലോകത്തിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെയും പ്രധാന സംഭവങ്ങളുടെയും എപ്പിക് പോയിന്റ് യെരുശലേമായിരിക്കും. പ്ലേസ് വെയർ റോക്കിംഗ് ഫ്രം 7th ഒക്ടോബർ, ആ സ്ഥലത്ത് കഴിഞ്ഞ 7-ാം തീയതി യുദ്ധം ആരംഭിച്ചു. ഞാൻ എളുപ്പം ചില കാര്യങ്ങൾ തൊട്ടു പറഞ്ഞ് പോകട്ടെ, വരുന്ന ആഴ്ചയിൽ തുടരാം. അന്തിമ യുദ്ധത്തിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. എസെക്കിയേൽ പ്രവചനം 20, ഞാൻ ആ ഭാഗം കംപ്ലീറ്റ്ലി വായിക്കണമെന്ന് ഓർത്ത് അടുത്ത ആഴ്ചയിൽ ഒത്തേലായി.
എസെക്കിയേൽ പ്രവചനം 38 അധ്യായവും 39 അധ്യായവും ചേർത്ത് പഠിക്കേണ്ടതാണ്. എസെക്കിയേൽ പ്രവചനം 38 അധ്യായ പ്രകാരം ചുറ്റുമുള്ള ജാതികൾ യെരൂശലേമിനോട് എതിർത്തു വരും. പീസ് അക്കോർഡ് ഉണ്ടാക്കിയ ശേഷം അതിനകത്തു നിന്നവർ എതിർത്തു വരും. അതേ അവർ വന്നു കഴിഞ്ഞു. അന്ന് തർസീസ് വർത്തകന്മാരും ശെബയും ദാദാനും തർസീസിൻ്റെ ബാലസിംഹങ്ങളും ഇസ്രയേലിന് അനുകൂലമായി വരും. യൂറോപ്പിലുള്ള ചില രാജ്യങ്ങളും, ബ്രിട്ടനെയാണ് തർസീസ് എന്ന് വിളിക്കുന്നത്, ബ്രിട്ടനും അതിൻ്റെ ബാലസിംഹങ്ങളും, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് മുതലായ അതിൻ്റെ ബാലസിംഹങ്ങളും, ഇവരൊക്കെ ബാലസിംഹങ്ങളാണെന്ന് മറക്കരുത്. ബ്രിട്ടൻ്റെ മക്കൾ ബാലസിംഹങ്ങളാണ് ഇവർ മുഴുവനും ഇസ്രയേലിന് അനുകൂലമായി വരും. ഇങ്ങനെ ഒരു വിഭാഗം ആളുകൾ ഇസ്രയേലിൻ്റെ ചേരിയിലും വേറൊരു വിഭാഗം ആളുകൾ റഷ്യയുടെ ചേരിയിലും ഒരുമിച്ച് വരും. ഇന്ന് റഷ്യ നേതൃത്വം ഏറ്റെടുത്തില്ല. ഏറ്റെടുക്കും. റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗവും മാഗോഗ് യുദ്ധം എന്നറിയപ്പെടുന്ന യുദ്ധത്തിലേക്ക് മാറുവാൻ റഷ്യയുടെ നേതൃത്വത്തിൽ ഒരു വിഭാഗം ആളുകളും, ഇസ്രയേലിൻ്റെ നേതൃത്വത്തിൽ ബ്രിട്ടനും അതിൻ്റെ കൊച്ചുമക്കളുമായി ഒരു വൻപിച്ച യുദ്ധം നടക്കും. മഹാനാശനഷ്ടങ്ങൾ ഭൂമിക്കുണ്ടാകും. അതിനിടയിൽ എവിടെയോ അടുത്തൊരു ട്രിഗറിങ് ഉണ്ടാകും. ഇത് ഞാനങ്ങ് നിസ്സാരമായി പറഞ്ഞു വിടുക. 5 മിനിറ്റ് കൊണ്ട് നിർത്തി വെച്ച് എനിക്ക് ഇരിക്കാൻ. നിസ്സാരമായി ഇതിനിടയ്ക്കൊരു ഗംഭീര ട്രിഗറിങ് ഉണ്ടാകും. ഏതോ കാര്യങ്ങളിൽ ഇസ്രയേൽ സഖ്യകക്ഷികളെ അംഗീകരിക്കാതെ വരും. ഇപ്പം തന്നെ യുദ്ധം അങ്ങ് നിർത്തിയാക്കാനൊക്കെ പറഞ്ഞ ആളുകൾ തുടങ്ങിയിട്ടുണ്ട്. ഇവന്മാർ നിർത്തത്തില്ല. കാര്യം നിർത്താൻ തുടങ്ങിയതല്ല. ഇപ്പം തന്നെ വിട്ടുവീഴ്ചകൾ വേണമെന്ന് പറയുന്നുണ്ട്. ഇനി ഒരു വിട്ടുവീഴ്ചയ്ക്കുള്ള അവസരം ഇസ്രയേലിനില്ല. ഇങ്ങനെ പല കാരണങ്ങളാൽ, ഇത് ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതാണ്, ഇങ്ങനെ പല കാരണങ്ങളാൽ, ഏതൊക്കെയോ പല കാരണങ്ങളാൽ ഇസ്രയേലും സഖ്യകക്ഷികളും തമ്മിൽ തെന്നും. ഒരു കർത്താവിൻ്റെ ദാസൻ ഇങ്ങനെ പറഞ്ഞു, അമേരിക്ക എത്ര യുദ്ധമുഖങ്ങളാണ് ഇപ്പം തന്നെ തുറന്നിരിക്കുന്നത്. ഒരിടത്ത് റഷ്യയിൽ യുദ്ധം നടക്കുന്നു. എന്തിനാണ്? വടക്ക് നിന്നുള്ള വഴിയൊരുക്കാൻ. നമ്മൾ ഒരിക്കൽ ഇവിടെ എടുത്ത് കാണിച്ചതാണ് 2 വർഷത്തിന് മുമ്പിൽ. വടക്ക് നിന്നുള്ള വഴി ഒരുക്കി എടുത്തിട്ട് വേണം യഹൂദൻ അതുവഴി, ഇസ്രയേലിന് അതുവഴി റഷ്യയ്ക്ക് അതുവഴി വരുവാൻ. അതിതുവരെയും പിടിച്ചെടുത്ത് തീർന്നില്ല. ആകയാൽ തൻ്റെ യുദ്ധം ത്വരിതമായി. അമേരിക്ക അവിടെ കയറി ഇടപെടാൻ പോകുകയാണ്. ഇഞ്ഞപ്പുറത്ത് യുദ്ധം നടക്കുക, അവിടെ കയറി ഇടപെടാൻ പോകുകയാണ്. അമേരിക്കയ്ക്ക് അകത്ത് എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പലതും എഴുന്നേക്കാൻ പോകുകയാണ്. അവിടെ വിഘടനവാദികൾ അവിടെയും എഴുന്നേറ്റ് തുടങ്ങി. ഒരു സാഹചര്യത്തിൽ ഒരു പക്ഷേ ഇതുകൊണ്ടാകാം, അല്ലെങ്കിൽ വേറെന്തുകൊണ്ടോ അമേരിക്ക പറയും, ഞങ്ങൾക്കിനി ഇസ്രയേലിനെ സഹായിക്കാൻ ഒക്കത്തില്ല, മൈൻഡ് യുവർ ബിസിനസ്, ഞങ്ങളിനി മാറുകയാണ്. ബ്രിട്ടൻ പറയും, ഞങ്ങൾ മാറുകയാ, ഞങ്ങൾക്കിനി സഹായിക്കാൻ ഒക്കത്തില്ല. അങ്ങനെ ഇസ്രയേൽ ഒറ്റയ്ക്കും. യേശുക്രിസ്തുവിൻ്റെ രാജ്യത്വത്തിൻ്റെ കീഴിൽ ഇസ്രയേൽ ഒറ്റയ്ക്കും. ലോകത്തിലുള്ള സകല രാജ്യങ്ങളും റഷ്യയുടെ നേതൃത്വത്തിൽ വേറൊരു ഭാഗത്തുമായി യുദ്ധം നടക്കും. ആ യുദ്ധത്തിന് കിഴക്കേ രാജാക്കന്മാർ ചെല്ലേണ്ടതിന് ഏഷ്യൻ ഹൈവേ നമ്മുടെ പഠിക്കലും റെഡിയായി. മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാൻ ഏഷ്യൻ ഹൈവേ വിശദീകരിച്ചതാ. ഇതുവഴിയാണ് പോകേണ്ടത്. വലിയൊരു സൈന്യം ഇവിടുത്തെ കണ്ടോൺമെൻറ്റിൽ നിന്ന് അനേകർ ഇതുവഴി പോകേണ്ടതാ. തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ടില്ല, കന്യാകുമാരി മുതൽ ഇങ്ങോട്ട് ഈ റോഡ് നീണ്ടുവരുന്നുണ്ട്. ആളുകൾ വരേണ്ടതാ. ഏഷ്യൻ ഹൈവേയിലൂടെ കിഴക്കേ രാജാക്കന്മാർ യുദ്ധത്തിലേക്ക് വരും. കിഴക്കേ രാജാക്കന്മാർ യുദ്ധത്തിലേക്ക് വരുമ്പോൾ ഇന്ന് പ്രതിസന്ധിയായി നിൽക്കുന്നത് യൂഫ്രട്ടീസ് നദിയാ. ഞാനിവിടെ വിശദമായിട്ടെടുത്തു. യൂഫ്രട്ടീസ് തന്നെ ഉണങ്ങിക്കൊണ്ടിരിക്കുന്നു. ആരെക്കൊണ്ടും ചെയ്തെടുക്കാൻ ഒക്കത്തില്ലെന്ന് പറഞ്ഞത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ആ അന്തിമ മഹായുദ്ധത്തിൽ യേശു ഇറങ്ങി വരികയും തൻ്റെ പാദം ഒലിവുമലമേൽ വയ്ക്കുകയും ഒലിവുമല 2ആയി കീറിപ്പോകുകയും ചെയ്യും. ഞാൻ എടുത്തു പറഞ്ഞതിൻ്റെ ചില പ്രധാന ഭാഗങ്ങൾ ഒന്നുകൂടെ ആവർത്തിച്ച് ചിരിക്കട്ടെ. ദൈവം അബ്രഹാമിന് ലാൻഡ് കൊടുക്കുമ്പോൾ ഏതാണ്ട് 33,000 സ്ക്വയർ കിലോമീറ്റർ കൊടുത്തു. അത് മൊത്തം മരുഭൂമിയാണ്. പക്ഷെ അബ്രഹാമിനോട് പറഞ്ഞു, പാലും തേനും ഒഴുകുന്ന ദേശമാണ്. അബ്രഹാമെ, അങ്ങ് ചെല്ലുന്നത് വരെ ഇത് കാണത്തില്ല. ദൈവം നിങ്ങളോടൊരു കാര്യം വാക്ക് പറഞ്ഞോ, നിങ്ങളിവിടെ എത്തുന്നത് വരെ അത് കാണത്തില്ല. പക്ഷെ നിങ്ങളവിടെ എത്തിയാൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം പിടിച്ചു നിർത്തുന്ന ഒരുത്തനുമില്ല.
പിശാച് ഇതിനകം ചെയ്യുന്നത് ദൈവത്തിൻ്റെ പദ്ധതികളിൽ നിന്ന് നിങ്ങളെ തള്ളി മാറ്റുകയാ. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുകയാ. ചില വ്യക്തികളോടുള്ള ദൈവിക വാഗ്ദത്തങ്ങൾ നിവർത്തീകരിക്കപ്പെടുവാൻ കഴിയാതെ പോകുന്നതിൻ്റെ കാര്യം ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാത്തതുപോലെ ജീവിതങ്ങളെ അശുദ്ധമാക്കി മാറ്റുന്ന, ജീവിതങ്ങളെ ദൈവപ്രമാണത്തിൽ നിന്ന് വലിച്ചെറിഞ്ഞു കളയുന്ന വേറെ എന്തൊക്കെയോ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ, ദൈവത്തിന് തക്ക സമയത്ത് പ്രവർത്തിപ്പാൻ കഴിയാതെ പോകുന്നതിനാൽ ചില പ്രവചനങ്ങൾ നടക്കാതെ പോകുന്നു. ചിലത് സമയതാമസം നേരിടുന്നു. അല്ലെങ്കിൽ അബ്രഹാമേ, അങ്ങ് അവിടെ എത്തിയാൽ നാട് തുറന്നിരിക്കും, നാട് തുറന്നിരിക്കും, അത് പാലും തേനും ഒഴുകുന്നതാകും. ദൈവം അയച്ച ദാവീദാണ് ഏറ്റവും കൂടുതൽ സ്ഥലം ഭരിച്ചത്. ദാവീദ് ഭരിച്ചിടത്തോളം കാലം അത്രയും ലാൻഡ് പാലും തേനും ഒഴുകുന്നതായിരുന്നു. വീണ്ടും ഇസ്രായേൽ അവിടെ നിന്ന് പുറത്തായതോടെ വീണ്ടും മരുഭൂമിയായി മാറി. ബാൽഫർ ഡിക്ലറേഷനിലാണ് അവർക്ക് ഒത്തിരി സ്ഥലം തിരിച്ചു കൊടുക്കുന്നത്. അന്നും മരുഭൂമിയാ. പക്ഷെ ഇസ്രായേൽ ഇതിനകത്ത് താമസം തുടങ്ങിയതോടെ അവർക്ക് ലഭിച്ച ഭാഗം 22,000 കിലോമീറ്റർ സംതിങ് ഇന്ന് ഫലപുഷ്ടമായി മാറി, പാലും തേനും ഒഴുകുന്നതായി മാറി. ലോകത്തിന് ആവശ്യമുള്ള റോസപ്പൂക്കൾ അധികവും വരുന്നത് ഇസ്രായേലിൽ നിന്നാണ്. ഒരിക്കൽ ഞാൻ ഇങ്ങനെ കണ്ടു, ഇസ്രായേലിൽ നിന്ന് മോഡലായി പറിച്ചെടുത്ത ഒരൊറ്റ ഹൈബ്രിഡ് റോസപ്പൂവിന് 16 കിലോഗ്രാം ഭാരമുണ്ടായിരുന്നെന്ന്. ഇത് ഇന്നത്തെ ഇൻഫർമേഷൻ അല്ല, ഒരു 10 കൊല്ലം മുമ്പലത്തെ. ഹൈബ്രിഡ് കൃഷികൾക്ക് മാതൃകയായി അവരുണ്ടാക്കിയ ഒരു പൂന്തോട്ടത്തിൽ ഒറ്റ റോസപ്പൂവിന് 16 കിലോഗ്രാം ഭാരമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടായിരിക്കും. അത് ഏത് റോസയിലുണ്ടായി? 16 കിലോഗ്രാം ഭാരമുള്ള ഒരു പുഷ്പം വീതം, ചില പുഷ്പങ്ങൾ പിടിച്ചു നിർത്തത്തക്ക ബലമുള്ള കമ്പുകൾ റോസയ്ക്കോ? ഒരു ഓമയിലുണ്ടാകുന്ന കായ്ക്ക് 20 കിലോഗ്രാം ഭാരമുണ്ടെന്ന് പറഞ്ഞാൽ 20 കിലോഗ്രാം ഭാരമുള്ള 10 ഓമയ്ക്ക പിടിച്ചു നിർത്താക്കുന്ന ഓമയോ? അതെവിടെ ഉണ്ടായടാ? അത്ഭുതങ്ങളുടെ ഒരു പരമ്പരയായത്. പാലും തേനും ഒഴുകുന്ന ദേശം ഞാൻ നിനക്ക് തരാം. ദൈവജനം വിട്ടുപോകുന്ന ഇടത്ത് പാലും തേനും നിന്നു. ആരാധിക്കാൻ താല്പര്യമുള്ള ദൈവ പൈതൽ പുതിയ പ്രതിഷ്ഠയോടും സമർപ്പണത്തോടും ഓരോ ആരാധനകളിൽ നടന്നു കയറ്. ഇതിനകത്ത് ആത്മാവിൻ്റെ പാലും തേനും ഒഴുകുന്നത് നിങ്ങൾ കാണും. ഇത് വെറും സൂറ്റല്ലിംഗ് ആണ്. ഭാവി പറയുന്നത് പോലെ ഉള്ളൂ. വ്യാജമാണെന്ന് പറഞ്ഞുകൊണ്ട് കയറുന്നവന് ദൈവം വ്യാജനായി മാറും. വക്രനോട് നീ വക്രനായിരിക്കും, വഷളനോട് നീ വഷളത്വം കാണിക്കും. എന്നാൽ നിർമ്മലതയോടും നീതിമാനോടും വരുന്നവന് ദൈവമേ അങ്ങ് നീതിമാനായിരിക്കും. ഇന്ന് പകൽ ആ നീതിമാനായ ദൈവത്തിൻ്റെ കൃപ എൻ്റെ സഭയുടെ മേലും ജനത്തിൻ്റെ മേലും ഇരിക്കട്ടെ എന്ന് ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുന്നു. രോഗശാന്തിയും ദൈവകൃപയും ഇന്ന് ഓരോരുത്തരുടെ മേൽ ഇരിക്കേണ്ടതിനായി കണ്ണുകൾ അടയ്ക്കാൻ നമുക്കൊരു വാക്കിൽ പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമേ, ഇന്നത്തെ അടിയൻ്റെ ആരോഗ്യ നിലയിൽ ഇത്രയും സംസാരിക്കുവാൻ ദൈവവചനം തുറന്നു തന്ന അങ്ങയുടെ വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുകയാണ്. അടിയനെ ഇതുവരെ സഹായിച്ച മഹാകൃപയ്ക്കായി നന്ദി, 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 നന്ദി. ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അങ്ങ് തന്ന ബലത്തിൽ നിന്നുകൊണ്ട്, അങ്ങ് തന്ന കൃപയിൽ നിന്നുകൊണ്ട്, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഞാൻ ഈ ജനത്തെ അനുഗ്രഹിക്കുന്നു. അവിടുത്തെ മഹാകൃപയും ദയയും ഈ ജനത്തിൻ്റെ മേൽ ഇരിക്കണമേ. രോഗികളായി ഇതിനകത്തിരിക്കുന്നവരോട് യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യമാകുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. സൗഖ്യമാകുവാൻ ഞാൻ ആവശ്യപ്പെടുന്നു. Be healed. ഒരു ദൈവിക രോഗസൗഖ്യം നടക്കട്ടെ. കടഭാരം അനുഭവിക്കുന്നവർ, വിടുതലുകൾ ആഗ്രഹിക്കുന്നവർ, നിരാലംബർ, നിരാശിതർ യേശുവിൻ്റെ നാമത്തിൽ സ്വതന്ത്രമാകാം. ദൈവം ഒരു വലിയ ദൈവിക വിടുതൽ തരുവാൻ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കുന്നു.